ഞങ്ങൾ സംസാരിച്ചെത്തിച്ചേർന്ന തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും. രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ CPIയുടെയും CPIഎമ്മിൻ്റെയും നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതാണ് ഇന്ന് തീരുമാനിച്ചത്. Both our parties have been consistently opposing the NEP 2020. We have asked our party CPI in Kerala to discuss the issue with CPM in Kerala. We are hopeful our two parties will discuss and will try to find a solution. Even if that MOU has to be reviewed, the issues are being discussed now. Let us wait. ഇപ്പോൾ CPM BJP ബന്ധത്തിൻ്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. ഞങ്ങൾ പറഞ്ഞു പണം മേടിക്കുന്നതിലല്ല കുഴപ്പം, RSSൻ്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. അതിനെ എതിർക്കാൻ പോലും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. നമസ്കാരം. കേരളം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനങ്ങൾ അടിസ്ഥാനമില്ലാത്തതും ഇരട്ടത്താപ്പിൻ്റേതുമാണ്. സാമ്പത്തികമായി ഞെരുക്കാനുള്ള കേന്ദ്ര നീക്കത്തെ തന്ത്രപരമായി മറികടക്കാൻ കേരളമെടുത്ത തീരുമാനത്തെ നയവ്യതിയാനം എന്ന് മുദ്ര കുത്തുന്നവർ സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് ചെയ്തത് എന്ന് മറക്കരുത്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിൽ 2022 തന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്തിനായിരുന്നു? ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ കേരളത്തെ മാത്രം ലക്ഷ്യമിടുന്നത് എന്തിനാണ്? 1476 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട്, നമ്മുടെ കുട്ടികളുടെ അവകാശം, അത് നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ജനകീയ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ നിറവേറ്റപ്പെട്ടിട്ടുള്ളത്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ചെയ്തതുപോലെ നിലപാടുകൾ അടിയറവ് വയ്ക്കാതെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മതേതര ശാസ്ത്രീയ അടിത്തറ സംരക്ഷിച്ചുകൊണ്ട് ഫെഡറൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ബദലാണ് കേരളം ഉയർത്തുന്നത്. ഫണ്ട് വേണ്ടെന്ന് വെച്ച് കുട്ടികളുടെ ഭാവിയെ പന്താടണോ, അതോ ഫണ്ട് നേടി നമ്മുടെ നയം നടപ്പാക്കണോ? കേരളത്തിൻ്റെ ഈ തന്ത്രപരമായ നീക്കം വിമർശകർക്കുള്ള മറുപടിയാകുന്നത് എങ്ങനെയാണ്? PM ശ്രീയും കോൺഗ്രസ് ശ്രീയും ചർച്ചയാകുമ്പോൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവർ. ഏറ്റവും ആദ്യം N ശ്രീകുമാർ, താങ്കളിലേക്കൊന്ന് പോയിട്ട് ഞാൻ ഡോക്ടർ VPP മുസ്തഫയോട് ചോദിക്കാം. ഏറ്റവും ആദ്യം PM ശ്രീ ഒപ്പിട്ടത് കോൺഗ്രസ് ആണല്ലോ, അതായത് നമ്മുടെ കേരളത്തേക്കാൾ മുമ്പേ ഒപ്പിട്ടത് കോൺഗ്രസ് ആണല്ലോ, രാജസ്ഥാനിലാണല്ലോ. അവിടെ എന്തൊക്കെ പദ്ധതികളാണ്, പരിഹാരങ്ങളാണ് ഈ PM ശ്രീയിൽ ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്ന, കേരളത്തോട് ഉപദേശിക്കുന്ന വർഗീയ മറ്റ് ചുഴികളൊക്കെ കടന്നു കയറാൻ രാജസ്ഥാനിലൊക്കെ ശ്രദ്ധിച്ചത് എന്തായിരുന്നു? നോക്കൂ ഡോക്ടർ ലാലെ, കോൺഗ്രസ് എവിടെയൊക്കെ PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള അല്ലല്ലോ പ്രശ്നം. കോൺഗ്രസ് അല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് ചെയ്യുന്നതെല്ലാം ഞങ്ങളും ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ മതി. കോൺഗ്രസ് PM ശ്രീ പദ്ധതി എവിടെയെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ച് എന്തൊക്കെയാണ് ഞങ്ങൾ നടപ്പാക്കുക, ഏത് രീതിയിലാണ് നടപ്പാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കർണാടകത്തിൽ നടപ്പാക്കിയത് BJP ഗവൺമെന്റ് ആണ്. ഓരോരോ സംസ്ഥാനത്തും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അക്കാലത്തൊക്കെ നടപ്പാക്കിയിട്ടുണ്ടാവും. കോൺഗ്രസ് അത് പിൻവലിച്ചിട്ടും ഉണ്ടാവില്ല. പക്ഷെ നമ്മളിവിടെ ചർച്ചാ വിഷയമാക്കുന്നത് കേരളത്തിലെ കാര്യമാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ, അതായത് CPIക്ക് തന്നെ എന്തുകൊണ്ട് ഈ കാര്യം മനസ്സിലായില്ല എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. കോൺഗ്രസ് അല്ല ഇവിടെ നിങ്ങളെ വിമർശിക്കുന്നത്. കോൺഗ്രസ് എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പണം കിട്ടുന്നതിന് നമ്മൾ എതിരല്ല,
പക്ഷെ അത് ചർച്ച ചെയ്തിട്ട് എന്താണ് കൃത്യമായ വിവരം ജനങ്ങളെ അറിയിച്ചിട്ട് വേണം നടപ്പാക്കാൻ. അല്ലാണ്ട് തലയിൽ മുണ്ടിട്ടിട്ട് പോയിട്ട് ഒപ്പിടാൻ ആരെങ്കിലും പറഞ്ഞോ? മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളത് ഒപ്പിടാൻ പോകുന്നതെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? LDF-ൽ എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? CPI-ക്കാരെ എന്തുകൊണ്ട് ഗൗരവത്തിലെടുത്തില്ല? ഘടകകക്ഷികളെ എന്തുകൊണ്ട് ബഹുമാനിച്ചില്ല? മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്ത സമയത്താണോ ഡൽഹിയിൽ പോയിട്ട് ഒപ്പിടുന്നത്? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒളിച്ചൊപ്പിട്ട കാര്യമാണ് പ്രശ്നം. പത്രസമ്മേളനം വിളിച്ച് PM-ശ്രീ പദ്ധതി ഞങ്ങൾ ഒപ്പിടാൻ പോകുന്നു, ഞങ്ങൾക്ക് 1700 കോടി രൂപ വേണം, തന്ത്രപരമായ തീരുമാനം എന്ന് പറയേണ്ട ആള് കേരള മുഖ്യമന്ത്രിയായിരുന്നു. ശരി, കാരണം ഒറ്റ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ എൻ ശ്രീകുമാർ, അവിടെയാണ് എനിക്ക് ചില സംശയങ്ങളുള്ളത്. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ CPM-നോട് ചോദിക്കാനുള്ള, നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഡോക്ടർ മുസ്തഫയോട് ചോദിക്കാം. പക്ഷെ അതിനു മുമ്പ് ഇതിലൊക്കെ മുൻപിൽ നിൽക്കുന്ന രാജസ്ഥാനിലും കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലുമൊക്കെ കോൺഗ്രസ് മുൻകൈ എടുത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികൾ, അതിൽ ഈ രാജസ്ഥാനിൽ മാത്രമാണ് ഇപ്പോൾ ഭരണത്തിലില്ലാത്തത്, പക്ഷേ അവിടെ തുടങ്ങിയത് കോൺഗ്രസ് ആണ്. അപ്പോൾ ഈ പദ്ധതികളൊക്കെ ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ കാര്യത്തിലാണല്ലോ. ആ ദേശീയ പദ്ധതിയെക്കുറിച്ച് അന്ന് കോൺഗ്രസ് ദേശീയ തലത്തിൽ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണോ രാജസ്ഥാനിൽ നടപ്പിലാക്കിയത്? ആ നടപ്പിലാക്കിയതിനനുസരിച്ചാണോ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ പോയത്? ഇപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ കർണാടകത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, തെലങ്കാനയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? താങ്കൾ ഇപ്പോൾ പറഞ്ഞ തലയിൽ മുണ്ടിട്ടാണോ അവിടെയൊക്കെ മുഖ്യമന്ത്രിമാർ ഇത് ഒപ്പിട്ടത്? ഈ പറയുന്ന മുഖ്യമന്ത്രി, അവിടുത്തെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അന്ന് പത്രക്കാരെ വിളിച്ച് പറഞ്ഞോ, മറ്റ് ഘടകകക്ഷി പാർട്ടികളെ, കോൺഗ്രസിനൊപ്പമുള്ളവരെ അത് ബോധ്യപ്പെടുത്തിയിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? ഇതൊക്കെ എന്ത് ഉത്തരമാണ് ഇതിനൊക്കെ ഉള്ളതെന്ന് താങ്കൾക്കറിയാമോ? താങ്കളുടെ ചോദ്യം അപ്രസക്തമാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്തെന്ന് പറ. കോൺഗ്രസിന്റെ പിന്നാലെയാണ് ഞങ്ങൾ പോകുന്നത്, കോൺഗ്രസ് ആണ് ശരി എന്ന് പറ. അപ്പൊ കുഴപ്പമില്ല. കോൺഗ്രസ് തെറ്റ് ചെയ്തു എന്ന് വെച്ചോളൂ. കോൺഗ്രസ് തെറ്റ് ചെയ്തു, ആ തെറ്റിന്റെ പിന്നാലെ പോകാനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അല്ല, അപ്പോഴും എനിക്ക് എൻ ശ്രീകുമാറിനോട് ഒരു ചോദ്യമുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണോ എല്ലാ ശരിയും ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നത്? അവരൊരു തെറ്റും ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അവർക്കൊരു തെറ്റും വരാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അത്ര ബോധ്യമുള്ളത് കൊണ്ടാണോ ഇങ്ങനെ നിങ്ങൾ പിന്നാലെ അവരെ ഈ കാര്യത്തിൽ വിമർശിക്കുന്നത്? കോൺഗ്രസിന് ഇതൊക്കെ ആകാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആകാൻ പാടില്ല എന്നാണോ? ലാലേ, CPM-ന്റെ തീരുമാനം എന്താ? ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല. പാർട്ടി കോൺഗ്രസ് തീരുമാനം റദ്ദാക്കി കേരളത്തില്. അതായത് കേരളത്തിലെ CPM എന്ന് പറഞ്ഞാൽ CPM അല്ല, പിണറായി പാർട്ടിയാണ്. പിണറായി CPM കേരളത്തില്. കാരണം ജനറൽ സെക്രട്ടറി MA ബേബിയെ നിങ്ങൾ അപ്രസക്തനാക്കി. ഇന്ന് പ്രകാശ് ബാബു പറഞ്ഞിട്ടുണ്ട്, MA ബേബി നിസ്സഹായനാണ്, അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കുന്നു, ഗതികേട്. പ്രകാശ് ബാബു CPM-ന്റെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം താങ്കൾക്ക് അങ്ങനെ തോന്നിയോ? കോൺഗ്രസ് അല്ല പറഞ്ഞേ. MA ബേബി പറഞ്ഞതുപോലെ കോൺഗ്രസിന് അഭിപ്രായം ഇല്ലെന്നാണോ താങ്കൾ പറയുന്നത്? കോൺഗ്രസിന്റെ അഭിപ്രായം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ പണം വാങ്ങിച്ചോളൂ, ചർച്ച ചെയ്യൂ. ഇത് മുഖ്യമന്ത്രി പദം. എന്തിനാ രാത്രിക്ക് രാത്രി പോയി ഒപ്പിട്ടത്? പകലെന്താ ഒപ്പിടാഞ്ഞത്? എന്താ CPI പറയേണ്ടിരുന്നത്? എന്താ മന്ത്രിസഭയിൽ തീരുമാനം എടുക്കാതിരുന്നത്? എന്താ LDF ചർച്ച ചെയ്യാതിരുന്നത്? ഇതൊക്കെ പ്രശ്നം. അതാ ഒളിച്ചു പോയി ഒപ്പിട്ടത്. അല്ല, എന്ത് കാര്യമാണ് താങ്കൾ ഈ പറയുന്നത്? താങ്കൾ എന്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന NEP-യെ കുറിച്ചാണെങ്കിൽ NEP അല്ലല്ലോ ഈ ഒപ്പിട്ടിരിക്കുന്നത്, ഇതൊരു കേന്ദ്ര പദ്ധതിയാണല്ലോ. ഈ കേന്ദ്ര പദ്ധതി പോലെ ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ ഒപ്പിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞാണോ ഒപ്പിട്ടിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ PM ഉഷ ഒപ്പിട്ടത് നമ്മൾ കണ്ടോ? ഈ പറയുന്ന ആയുഷ്മാൻ ഭാരത് ഒപ്പിട്ടപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ? എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടൊന്നും പറഞ്ഞില്ല? ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കൊരു മാതൃക വേണ്ടേ? അതെ, ന്യായീകരിച്ച് വഷളാവില്ല. കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ള SFIയുടെ തീരുമാനമാണ്, DYFIയുടെ തീരുമാനമാണ്, CPM-ന്റെ തീരുമാനമാണ്. അത് റദ്ദാക്കി. എവിടെയാണ് താങ്കൾ അത് പറയുന്നത്? എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ദേശീയ പദ്ധതി, കേന്ദ്ര പദ്ധതി, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഇതിപ്പോഴാണ് പ്രധാനമന്ത്രി BJP-യുടെ സർക്കാരിൻ്റെ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നത് 2020-ൽ. അതിനു മുമ്പ് മറ്റൊരു ദേശീയ പോളിസി ഇവിടെ ഉണ്ട്, അത് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദേശീയ പോളിസി എന്നുമുണ്ട് പല കാര്യങ്ങളിലും. ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുള്ള ദേശീയ പോളിസി ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റേത് കേരളത്തിൽ നടപ്പിലാക്കും എന്ന് ഇവിടെ ആരാണ് അതിനുള്ള പരിപാടികൾ ചെയ്തതായി താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത്? ഇവിടെ എവിടെയാണ് ആ പരിപാടി നടന്നിരിക്കുന്നത്? നോക്കൂ ഡോക്ടർ ലാലെ, താങ്കൾ ഒന്നുകിലൊരു അധ്യാപകനാണല്ലോ.
നിങ്ങൾ MOU, അതായത് നിങ്ങൾ MOU ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കണം. നടപ്പാക്കിയില്ല, ഫണ്ട് കിട്ടില്ല. എനിക്ക് അവിടെയാണ് സംശയം. അതാണ് ഞാൻ താങ്കളോട് വളരെ ഭയത്തിൽ ചോദിച്ചത്. താങ്കൾ എൻ്റെ സുഹൃത്താണ്, താങ്കൾക്ക് കോൺഗ്രസിനെ കുറിച്ച് കൂടുതൽ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതേ ഒപ്പല്ലേ, ഇതുപോലത്തെ ഒപ്പല്ലേ അശോക് ഗെഹ്ലോട്ട് ഇട്ട് കൊടുത്തത്? ഇതുപോലെ ദേശീയ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുമെന്നല്ലേ അവിടെ അശോക് ഗെഹ്ലോട്ടും അതിൻ്റെ അടിയിലാണല്ലോ ഒപ്പിട്ട് കൊടുത്തത്. അവിടെ നടപ്പിലാക്കിയിട്ട് പോവുകയാണോ കോൺഗ്രസ് ചെയ്തത്? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് ചെയ്യുന്ന എല്ലാം ഞങ്ങൾ നടപ്പാക്കുന്നൊക്കെ പറഞ്ഞാൽ മതി. ഞങ്ങൾ കോൺഗ്രസ് ചെയ്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. ഇക്കാര്യത്തിൽ കോൺഗ്രസും CPM-ഉം CPI-യും ഒക്കെ ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് തന്നെയല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ എങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെ പണം വാങ്ങാൻ സാധിക്കുക? അത് തന്നെയല്ലേ ചെയ്യേണ്ടത്? അത് കോൺഗ്രസ് ചെയ്യുന്നതിൽ ചെയ്യുന്നു എന്ന് പറയാൻ എന്ത് മടി വേണം? CPM-ന് മടി വേണ്ടതുണ്ടോ ആ കാര്യത്തിൽ? പിന്നെ എന്തിനാ ഒളിച്ചു വെച്ചെന്തിനാ? ആരൊളിച്ചു വെച്ചു? അശോക് ഗെഹ്ലോട്ട് ആര് പറഞ്ഞാണ് താങ്കൾ അറിഞ്ഞത്? ആര് പറഞ്ഞാണ് താങ്കൾ അറിഞ്ഞത്? ഡോക്ടർ ലാലൻ, നിങ്ങൾ ഇടപെട്ടുകൊണ്ടൊന്നും ജനങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കില്ല. നിങ്ങൾ അടിയറ വെച്ചു. അതാണോ പേടി? ജനങ്ങൾ കൂടെ നിൽക്കുമോ എന്നുള്ളതാണോ പേടി? നിങ്ങൾ ബിജെപിയുടെ വിദ്യാഭ്യാസ നയം നിങ്ങൾ അംഗീകരിച്ചു. നിങ്ങളുടെ നയത്തെ നിങ്ങൾ വിഴുങ്ങി. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് ഒരു വാദത്തിന് വേണ്ടി എടുത്താൽ അശോക് ഗെഹ്ലോട്ടാണ് ആദ്യം BJP-യുടെ വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ചത്. CPI പറഞ്ഞു എന്ത് സർക്കാർ എന്ന് ചോദിച്ചു. CPI ഇത് എന്ത് സർക്കാർ എന്ന് ചോദിച്ചു. ഇതെന്ത് സർക്കാർ എന്ന് ചോദിച്ചത് കോൺഗ്രസ് അല്ല, CPI. എന്താ CPI ചോദിച്ചത്? നിങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങളുടെ നയം നിങ്ങൾ തിരുത്തി, നിങ്ങൾ BJP-യുടെ നയം അംഗീകരിച്ചു, പണത്തിന് വേണ്ടി നിങ്ങളുടെ നയം വിറ്റു. അതാണ് എന്റെ അതിൽ കോൺഗ്രസ് ഭരിച്ചോ അല്ലെങ്കിൽ അശോക് ഗെഹ്ലോട്ട് നടപ്പാക്കുന്നതല്ല ചോദിക്കുക. അവിടെ BJP നടപ്പാക്കിയിട്ടുണ്ടോ, കോൺഗ്രസ് നടപ്പാക്കിയിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇതുവരെ പറഞ്ഞ എല്ലാ വിധിക്കും കൊണ്ട് SFI-കാരെ തല്ലുകൊള്ളിച്ചതും DYFI-കാരെ തല്ലുകൊള്ളിച്ചതും ഒക്കെ മറന്നുകൊണ്ട് നിങ്ങൾ CPI-കാരെ വഞ്ചിച്ചു, ഇടതുമുന്നണിയെ വഞ്ചിച്ചു. ശ്രീകുമാർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ. താങ്കളിപ്പോ നേരത്തെ കോൺഗ്രസിൻ്റെ കാര്യം നോക്കേണ്ട, നമുക്ക് CPM-ൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. താങ്കളിപ്പോൾ CPI-യുടെ വിഷമമാണ് താങ്കളുടെ വാക്കുകളിലൊക്കെ കാണുന്നത്. ഈ CPI-യുടെ കാര്യത്തിൽ ഇന്നലെ വരെ അവർ പറയുന്ന ഓരോ കാര്യങ്ങളിലും ഈ കോൺഗ്രസിൻ്റെ അഭിപ്രായം അതുതന്നെയാണോ? CPI-യുടെ അതേ അഭിപ്രായമാണോ? താങ്കൾക്ക് CPI-യുടെ മറ്റു കാര്യങ്ങളുള്ള അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ടോ? അതും കൂടി ഒന്ന് പറഞ്ഞോളൂ. എന്തിനാ നമ്മൾ അതിലൊക്കെ ചർച്ചയ്ക്ക് പോണത്? ഇത് ഞങ്ങളാരും ഉണ്ടാക്കിയ പത്രപ്രവർത്തകരോ കോൺഗ്രസ്സുകാരോ ഉണ്ടാക്കിയതല്ലല്ലോ ഇത്. ഇത് എന്താ വെച്ചാൽ നിങ്ങളൊരു കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ശിവൻകുട്ടി പറഞ്ഞല്ലോ, ഞാൻ മാറി, എനിക്ക് മാറ്റം സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പിന്നെന്തിനാ ആളെന്തിനാ ന്യായീകരിക്കാൻ പോകുന്നേ? CPM അടിമുടി മാറി. ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു നടപ്പാക്കിയില്ല. ഇത് TP രാമകൃഷ്ണൻ പറയാ ചർച്ച ചെയ്യുന്നു. എന്ത് ചർച്ച ചെയ്യുന്നു? അല്ലല്ല, ഞാൻ പറഞ്ഞ ഓരോരുത്തരുടെയും വാക്കുകൾ എടുത്തു വെച്ചിട്ടല്ല, മാധ്യമ പ്രവർത്തകർ ഓരോന്ന് ചോദിക്കുമ്പോഴുള്ള വാക്കുകൾ വെച്ചിട്ടല്ല ഞാൻ എൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. എൻ്റെ ചോദ്യം ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇവിടെ ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി 2020 വന്നിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്, മുന്നോട്ട് വച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ആ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പല സംസ്ഥാനങ്ങൾക്കും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കുള്ള പണം, അവകാശ പണം പോലും കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അത് പല രീതിയിൽ തന്ത്രപരമായി പല വകുപ്പുകളും പല സംസ്ഥാനങ്ങളും വാങ്ങിയെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് രാജസ്ഥാൻ ഉൾപ്പെടെ അങ്ങനെ തന്ത്രപരമായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴൊന്നും ഇവിടെ ആരും അത് എതിർത്തിട്ടില്ല. അങ്ങനെ വന്നൊരു ഘട്ടത്തിൽ ഇപ്പോൾ കേരളത്തിൽ അത് തന്ത്രപരമായി PM ശ്രീ എന്നൊരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്, ഇപ്പോൾ പണം വേണ്ടതുണ്ട് എന്നുള്ളതിന് NEP നടപ്പിലാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഒപ്പിട്ട്, മറ്റെല്ലാത്തിലും ഒപ്പിട്ട് കൊടുത്തതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒപ്പിട്ട് കൊടുത്ത് പണം വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അത് മാത്രം നിങ്ങൾ കോൺഗ്രസിൻ്റെ പേര് പറയാതെ, കോൺഗ്രസിനെ വിമർശിക്കാതെ ഇപ്പോൾ റദ്ദായി കേരളത്തിലെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ കേരളത്തിലെ CPM തീരുമാനിച്ചു. CPI തീരുമാനിച്ചിട്ടില്ല, CPM തീരുമാനിച്ചു. അത് CPI എതിർത്തു. അതാണ് ഇപ്പൊ തർക്കം. എവിടെ ഏത് പ്രകടന പത്രിക, ഏത് രാഷ്ട്രീയ എന്താണ് പത്രിക, എന്ത് വെച്ചിട്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? CPM അങ്ങനെ തീരുമാനിച്ചു എന്ന്. CPM പറയാത്ത കാര്യം താങ്കൾ അങ്ങനെയാണ് പറയുന്നത്. ഇന്ന് CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് ഞാൻ താങ്കളുടെ മുമ്പാകെ കേൾപ്പിച്ചില്ലേ? ആദ്യം
അവരേറ്റവും അധികം എതിർക്കുന്നത് NEP ആണ്. അവരിവിടെ ഈ രാജ്യത്ത് അത്തരത്തിൽ വർഗീയമായ ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസം ഇവിടെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നവരാണ്. ഡോക്ടർ ലാലെ അത് ഒപ്പിട്ട് കൊടുത്തു. MA ബേബി ഒന്നിനും പറഞ്ഞിട്ട് കാര്യമില്ല. അശോക് ഗെഹ്ലോട്ട് ഒപ്പിട്ട് കൊടുത്തു. അശോക് ഗെഹ്ലോട്ട് ഒപ്പിട്ട് കൊടുത്തു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കേരളത്തിലെ BJPയുടെ വിദ്യാഭ്യാസ നയം കേരളത്തിലെ CPM അംഗീകരിച്ചു. അവർക്ക് കീഴടങ്ങി. നിങ്ങളുടെ നയങ്ങളെല്ലാം അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഡോക്ടർ VPP മുസ്തഫയോട് ചോദിക്കട്ടെ, ഇതെങ്ങനെയാണ് ഡോക്ടർ VPP മുസ്തഫ വ്യത്യാസമാകുന്നത്? രാജസ്ഥാനിലും തെലങ്കാനയിലും കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ ഒപ്പിട്ട് കൊടുത്ത അതേ ഫോം, അതേ MOU, അതിലൊരു അക്ഷരം പോലും മാറ്റമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുത്തവർക്ക് അവർക്കാർക്കും ഇല്ലാത്ത പ്രശ്നം കേരളത്തിൽ ഒപ്പിട്ട് കൊടുത്തപ്പോൾ ഇവിടെ മാത്രം വിദ്യാഭ്യാസ പദ്ധതികൾ മാറുന്നു എന്ന് ശ്രീകുമാർ പറയുന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പറഞ്ഞോളൂ. ശ്രീകുമാർ ചേട്ടൻ കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ. പക്ഷെ അദ്ദേഹത്തിന് കുറച്ചു കാലമായി അന്ധമായ CPM വിരോധം, അതിൽ തന്നെ പിണറായി വിരോധം തലക്ക് കയറിയിരിക്കുകയാണ്. കാര്യങ്ങളെ സമഗ്രമായി പഠിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള മേൽവിലാസം കൂടി ഉപയോഗിച്ച് കോൺഗ്രസിന്റെ കാര്യങ്ങൾ പറയുന്നതിനു പകരം അദ്ദേഹം കുറച്ചു കാലമായി നമ്മുടെ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഈ അന്ധമായ CPM വിരോധം, അതിൽ തന്നെ പിണറായി വിരോധം തലക്ക് കയറിയിട്ടാണ്. ഇദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടൊന്നുമല്ല. നിങ്ങൾ നോക്കൂ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ പുതിയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി CPM അംഗീകരിച്ചു, അത് കേരളത്തിൽ നടപ്പിലാക്കി, അത് ഇവിടെ പിണറായി നടപ്പിലാക്കുന്നത് കൊണ്ട് ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പോലും എതിർക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയും. CPMന്റെ സംഘടനാ സ്വഭാവം അറിയുന്ന ഒരാൾക്കും അത് പറയാൻ കഴിയില്ലല്ലോ. കോൺഗ്രസിനെ പോലെ ഒരു ഹൈക്കമാൻഡ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടല്ലല്ലോ CPMന്റെ സംഘടനാ സ്വഭാവം. അവിടെ ഇപ്പോ മല്ലികാർജുൻ ഖാർഗെക്ക് എന്ത് ശബ്ദമാണുള്ളത്? അദ്ദേഹത്തിന് എന്ത് തീരുമാനമുള്ളത്? AICCയുടെ പ്രസിഡന്റ് അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തിന് തീരുമാനമെടുക്കണമെങ്കിൽ വേറെ ചില കമാൻഡുകൾ കിട്ടണം, വേറെ ചിലയിടത്തുനിന്ന്. ആ സ്വഭാവം ഒന്നും CPMനില്ല. CPMന്റെ കേന്ദ്ര കമ്മിറ്റി, അതിന്റെ ജനറൽ സെക്രട്ടറി കേരളത്തിലെ പാർട്ടിയെയും ഇടതുപക്ഷ ഭരണത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ അതിനാവശ്യമായ സഹായകരമായ നിലപാട് സ്വീകരിക്കും. അല്ലാതെ ജനറൽ സെക്രട്ടറി കേരളത്തിലെ പാർട്ടിക്ക് വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് നിൽക്കുന്ന അങ്ങനെയൊന്നും പ്രയോഗിക്കരുത് ശ്രീകുമാർ ചേട്ടാ. അങ്ങനെയൊന്നും ഒരു സംഭവം ഞങ്ങളുടെ അടുത്തില്ല, ഇത് നടക്കില്ല. അതാണ് അതിന്റെ കുറിച്ച് പറയാനുള്ളത്. രണ്ട്, എന്താണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന വിഷയം? CPIയുടെ പ്രശ്നമാണ്. ഇപ്പൊ ശ്രീകുമാർ ചേട്ടൻ പറയുന്നത് ഞങ്ങൾ പറയുന്നതല്ല, കോൺഗ്രസോ ശ്രീകുമാർ ചേട്ടനോ പറയുന്നതല്ല, CPI ആണ് പറയുന്നത്. CPIയുമായിട്ടുള്ള വിഷയമാണെങ്കിൽ ഞങ്ങൾ തീർക്കാമെന്നേ ശ്രീകുമാർ ചേട്ടൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാമല്ലോ. കേരളത്തിലെ CPMഉം CPIയും ആദ്യമായിട്ടാണോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്? ഏതെല്ലാം സന്ദർഭത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നിങ്ങളൊക്കെ ചില സന്ദർഭത്തിൽ ഇതാ CPI LDF വിട്ടു, മുന്നണി വിട്ടു, ബന്ധം വിച്ഛേദിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിൽ സ്തോഭജനകമായ വാർത്തകൾ അന്ന് സജീവ മാധ്യമ പ്രവർത്തകനായിരുന്ന ശ്രീകുമാർ ചേട്ടൻ എഴുതുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? CPMഉം CPIയും ഒരുപോലെ ഒരുമിച്ച് ഒരു മുന്നണിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോയത്? ഞങ്ങൾ രണ്ട് പാർട്ടികളാണ്, ഒരേ മുന്നണിയിലാണ്, പക്ഷെ രണ്ട് പാർട്ടികളാണെന്നുകൊണ്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും, പല നിലപാടുകളിലും വ്യത്യാസം ഉണ്ടാകും. ഞങ്ങളുടെ വിപ്ലവ പരിപാടിയെ സംബന്ധിച്ച് തന്നെ അതുകൊണ്ടല്ലേ രണ്ട് പാർട്ടിയായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. ആ വ്യത്യാസം തുടരുമല്ലോ. ഇപ്പോ ഞങ്ങൾ രണ്ട് പാർട്ടിയുടെയും പാർട്ടി കോൺഗ്രസുകൾ ചേർന്നു, ചില കാര്യങ്ങളിൽ രണ്ട് പാർട്ടികൾക്കും അഭിപ്രായ വ്യത്യാസമില്ലേ? എന്നിട്ടും ഞങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാനത്തിലും എല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകുന്നില്ലേ? അതുകൊണ്ട് CPIക്ക് ഈ PM ശ്രീ MOUവിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. രമ്യമായി ഞങ്ങൾ പരിഹരിക്കും. ഇതിനേക്കാൾ രൂക്ഷമായ പ്രശ്നങ്ങൾ CPMഉം CPIയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു മേശക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾ പരിഹരിച്ച് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇതും ഞങ്ങൾ ബോധ്യപ്പെടുത്തും. CPIയെ ബോധ്യപ്പെടുത്തേണ്ട സംഗതി ഉണ്ടെങ്കിൽ അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അതിന് പേരിൽ CPM എന്താ BJPയുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾക്കെല്ലാം കീഴടങ്ങി എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അസംബന്ധമാണ്. എന്തുകൊണ്ടാ? നിങ്ങൾ നോക്കൂ, അവിടെയാണ് ലാൽ ഇവിടെ പരാമർശിച്ച PM ഉഷ. നിങ്ങൾ PM ശ്രീയാണ് പറയുന്നതെങ്കിൽ ഈ PM ഉഷയും PM ശ്രീയും എല്ലാം ശ്രീകുമാർ ചേട്ട NEPയുടെ ഭാഗമാണ്. നിങ്ങൾ പറയുന്നത് NEP നടപ്പിലാക്കാൻ അങ്ങനെയാണെങ്കിൽ NEP നേരത്തെ നടപ്പിലായില്ലേ കേരളത്തിൽ? NEP 2020യുടെ ഭാഗമാണ്. ഈ NEP എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതല്ലല്ലോ. NEPയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാര്യങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും പുലർത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആ NEPയിലാണ് 4 ഇയർ ഡിഗ്രി കോഴ്സ് പറഞ്ഞിട്ടുള്ളത്.
കഴിഞ്ഞ അധ്യയന വർഷം മുതൽ കേരളത്തിൽ 4 ഇയർ ഡിഗ്രി കോഴ്സ് വന്നില്ലേ? അപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം ഒരു വർഷം മുമ്പ് തന്നെ, അല്ലെങ്കിൽ 1.5 വർഷം മുമ്പ് തന്നെ നടപ്പായി. ശിവകുമാർ ചേട്ടാ, വർഷം മുമ്പ് കേരളത്തിൽ നടപ്പിലായി. ഇത് ഒളിച്ചു നടത്തിയതാണോ? ഇത് രഹസ്യമായിട്ട് കൊണ്ടുവന്നതാണോ? ഇപ്പൊ PM ഉഷ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള ഫണ്ടിങ്ങിന്റെ സ്കീമിൽ ഒപ്പിട്ടു. അതിന്റെ മന്ത്രിയാരാ? CPM അല്ലേ? ആ മന്ത്രിസഭയിലും ഈ CPI മന്ത്രിമാരില്ലേ? CPI പാർട്ടിയും ഇവിടെ ഇല്ലേ? അപ്പോ നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ, പക്ഷെ എന്താ ഞങ്ങൾ ഉണ്ടാക്കിയ വ്യത്യാസം? ഈ 4 ഇയർ ഡിഗ്രി കോഴ്സ് PM ഉഷ പദ്ധതിയിൽ അതിന്റെ ഫണ്ടിങ് വായിക്കുമ്പോൾ NEP-യുടെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നു. എന്താ NEP-യിൽ അത് പറഞ്ഞിരിക്കുന്നത്? 1-ാമത്തെ വർഷം പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ്, 2-ാമത്തെ വർഷം പഠിച്ച് കോഴ്സ് വിട്ടുപോകാം, ഡിപ്ലോമ, 3-ാമത്തെ വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി, 4-ാമത്തെ വർഷം കഴിഞ്ഞാൽ ഓണേഴ്സ് ഡിഗ്രി. ഇതാണ് NEP 2020-യിൽ 4 ഇയർ ഡിഗ്രി കോഴ്സ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തത്. നമ്മൾ PM ഉഷയിൽ ഒപ്പിട്ട് അതിന്റെ ഗ്രാന്റ് വാങ്ങിച്ച് കേരളത്തിൽ ഈ 4 ഇയർ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കി. എങ്ങനെ? 1-ാം വർഷം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇല്ല, 2-ാം വർഷം കഴിഞ്ഞാൽ ഡിപ്ലോമ ഇല്ല. നേരത്തെ ഇവിടെ ഉള്ള സ്കീം അനുസരിച്ച് 3 വർഷം കഴിഞ്ഞാലുള്ള ഡിഗ്രി. ഇപ്പൊ 4-ാമത്തെ വർഷം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഓണേഴ്സ് ഡിഗ്രി. വിദേശത്തൊക്കെ അതിന് വലിയ സ്വീകാര്യതയുണ്ട്. ഇതാണ് നമ്മൾ എടുത്തത്. അങ്ങനെയാണ് നമ്മളിവിടെ NEP നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഈ 4 വർഷ കോഴ്സിലേക്കുള്ള സിലബസ് നടപ്പിലാക്കി കേരളത്തിലെ എല്ലാ സർവകലാശാലയിലും. അതനുസരിച്ചുള്ള പാഠപുസ്തകങ്ങൾ വന്നു കേരളത്തിലെ എല്ലാ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും. സവർക്കറെ കുറിച്ചുള്ള പാഠം അതിൽ ഉൾപ്പെടുത്തിയോ? ഗാന്ധി വധം അതിൽ നിന്ന് ഒഴിവാക്കിയോ? മുഗൾ ഭരണകാലം ഞങ്ങൾ തിരസ്കരിച്ചോ? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കേണ്ടതില്ല എന്ന് വെച്ചോ? കെമിസ്ട്രിയുടെ പീരിയോഡിക്കൽ ടേബിൾ പഠിപ്പിക്കേണ്ടതില്ല എന്ന് വെച്ചോ? ഇതൊക്കെയാണ് NEP-യുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത്, പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞത്. അതെല്ലാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ 4 ഇയർ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള സിലബസിൽ ഉൾപ്പെടുത്തിയില്ലേ ഞങ്ങൾ? അപ്പൊ എങ്ങനെയാ പിന്നെ ഞങ്ങൾ കീഴടങ്ങി എന്ന് പറയുന്നത്? എന്ന് മാത്രമല്ല, സ്കൂളുകളിൽ ഇപ്പൊ അത്ര PMC ഒപ്പിടുന്നുള്ളൂ. പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കേന്ദ്ര സർക്കാർ ഗാന്ധി വധവും മുഗൾ ഭരണകാലവും ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇപ്പോ തന്നെ അതിനെ സംബന്ധിച്ച ചില ഭാഗങ്ങളും നേരത്തെ നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടേ ഇപ്പോഴുണ്ട്. പക്ഷെ എന്താ ഇതേ ശിവൻകുട്ടി ചെയ്തത് എന്താ? അതിനെക്കുറിച്ച് പ്രത്യേക ടെക്സ്റ്റ് ബുക്കുകൾ വേറെയും ഉണ്ടാക്കി. ഗാന്ധി വധത്തെ കുറിച്ചും മുഗൾ ഭരണകാലത്തെ കുറിച്ചുമെല്ലാം പ്രത്യേകം ടെക്സ്റ്റ് ബുക്കുകൾ വീണ്ടും ഉണ്ടാക്കി. എന്നിട്ട് കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിച്ചില്ലേ? പിന്നെ എവിടെയാ ഞങ്ങൾ ഈ കേന്ദ്രത്തിന്റെ നയങ്ങൾക്ക് കീഴടങ്ങേണ്ടത്? എന്താ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് നമ്മുടെ വിമർശനം, ഇടതുപക്ഷത്തിന്റെ വിമർശനം, CPM ആയാലും CPI ആയാലും 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. 1, അതിലെ വാണിജ്യവൽക്കരണം. 2, അതിലെ വർഗീയവൽക്കരണം. 3, ഇതെല്ലാം കേന്ദ്രീകരിക്കുന്നു കേന്ദ്രത്തിലേക്ക് എന്നുള്ളത്. ആരാ അതിനിടവരുത്തിയത്? അപ്പൊ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം എതിർക്കുന്നത്. ആ നയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അതാണ് നേരത്തെ ബേബി സഖാവിന്റെ ഇവിടെ കാണിച്ചത്. ഇതിലൊന്നും ആ ദേശീയ വിദ്യാഭ്യാസ നയം ഇതിന്റെ ചട്ടക്കൂടിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഈ വർഗീയതയെയും ഭാവിവൽക്കരണത്തെയും കച്ചവടവൽക്കരണത്തെയും കേന്ദ്രീകരണത്തെയും എതിർക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്നാൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്കനുസരിച്ചുള്ള ഇച്ഛാശക്തിയിൽ നമുക്കതിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തി നടപ്പിലാക്കാൻ കഴിയുന്നു. അത് നമ്മളിവിടെ കാണിച്ചു തന്നു PM ഉഷ നടപ്പിലാക്കിക്കൊണ്ട്. അതേ മാതൃകയിലാണ് PMCയും നടപ്പിലാക്കുക. CPIയെ ബോധ്യപ്പെടുത്തും. അതിൽ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളേണ്ടതുണ്ടെങ്കിൽ ഉൾക്കൊള്ളും. ഇപ്പോൾ ഒപ്പിട്ട MOയിൽ മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് പരിഗണിക്കും. അങ്ങനെ ഏറ്റവും രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കും. ശരി, M ജയചന്ദ്രൻ താങ്കളിലേക്ക് വരുന്നു. ഇതാ നോക്കൂ, ഇപ്പോൾ ഡോക്ടർ VPP മുസ്തഫ ചൂണ്ടിക്കാട്ടിയ ഏറെ കാര്യങ്ങൾ കേരളത്തിൽ ഇതിനകം വലിയ രീതിയിൽ മുന്നൊരുക്കങ്ങളോടുകൂടിയൊക്കെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അതുപോലെ ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്നും ആശങ്കപ്പെടുന്ന ഒരു കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നും വ്യക്തമാണ്. ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് കേന്ദ്രത്തിന് പോലും വെക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. 2020-ലുണ്ടായ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണിത്. 2025-ൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനകം കേരളം കൈക്കൊണ്ട ബദൽ രീതികളൊക്കെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത് കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് ഇപ്പോൾ അനുവദിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരു അവസ്ഥ കൂടി, അതിന് കേന്ദ്രം തയ്യാറാകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതിനും എത്രയോ മുൻപ് രാജസ്ഥാനിലൊക്കെ അംഗീകരിച്ച കോൺഗ്രസിൻ്റെ വാദം, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന സ്നേഹിക്കുന്ന N. ശ്രീകുമാറിനെ പോലുള്ളവരുടെ വാദം, അതൊക്കെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഈ പറയുന്ന കാര്യത്തിൽ ഒരല്പം ആവേശ കൂടുതലുണ്ടോ ഈ വിമർശിക്കുന്നവർക്ക്
ഇടതുപക്ഷത്തിൻ്റെ മുന്നണി സംവിധാനത്തിൽ CPM-ഉം CPI-യും തമ്മിലുള്ള ഈ കാര്യത്തിലെ തർക്കമൊക്കെ വല്ലാതെ വഴിവിട്ട് പോയി നമ്മുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒലിച്ച് പലരും എത്തും എന്നൊരു ആഗ്രഹം അതിൻ്റെയൊക്കെ പുഞ്ചിരിയാണോ എൻ ശ്രീകുമാറിൻ്റെ മുഖത്ത് ഇപ്പോൾ കാണുന്നത്? പ്രിയപ്പെട്ട എൻ ശ്രീകുമാർ പറഞ്ഞതിന് അതിലേക്ക് വരാം ഡോക്ടർ ലാൽ. പക്ഷെ അതിനു മുമ്പ് ഈ കാര്യത്തിൽ ഈ NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നുള്ളത് സംബന്ധിച്ച് യഥാർത്ഥ വസ്തുതകൾ, അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങൾ സമ്പൂർണ്ണമായി ബ്ലാക്ക് ഔട്ട് ചെയ്യുകയാണ്, തമസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ മുഴുവനും. അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ടായിട്ട് വരുന്നത് എന്താണ്? ഈ ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടാകുന്ന ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് NEP 2020 എന്നുള്ള തെറ്റായ ഒരു കൺസെപ്ഷനിലേക്ക് ആൾക്കാരെ എത്തിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആൻറ്റി LDF ഒരു സ്ട്രീം ഉണ്ടാക്കിയെടുക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. ഞാൻ അവിടെ തന്നെയാണ് ഊന്നുന്നത്. അതിലെനിക്ക് പറയാനുള്ളത് ഡോക്ടർ ലാൽ, ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടൊരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാകുന്നത് 1968 ഇന്ദിരാഗാന്ധി ഭരണം തുടങ്ങുമ്പോഴാണ്. അത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് ആ ഭാഗം നോക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാകുന്നത് 1968 പിന്നീട് രണ്ടാമത് അടുത്ത ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP ഉണ്ടാകുന്നത് 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ NEP 3 അല്ല, പക്ഷേ NEP 2-ൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കും 1992 അത് കഴിഞ്ഞിട്ടാണ് 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 1968-ലെയും 1986-ലെയും ദേശീയ വിദ്യാഭ്യാസ നയം വളരെ വ്യാപകമായി വിമർശിക്കപ്പെട്ടതാണ്. ആരാൽ? പ്രതിപക്ഷ കക്ഷികളാൽ. ആരാണ് പ്രതിപക്ഷത്തുള്ളത്? ഈ കോൺഗ്രസ്സാണ് ഭരണപക്ഷത്തുള്ളത്. പ്രതിപക്ഷത്തുള്ള ബാക്കി എല്ലാവരും ഉണ്ട്. ആ ബാക്കിയുള്ള എല്ലാവരും ഒന്നിച്ച് 68-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെയും 86-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെയും തുറന്നെതിർത്തതിൻ്റെ കുറേ അധികം ചരിത്രങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് എതിർക്കപ്പെട്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്കറിയാം. പ്രിയപ്പെട്ട ശ്രീകുമാറിന് അതറിയാത്ത ആളൊന്നുമല്ല. പക്ഷേ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ബോധപൂർവം ബ്ലാക്ക് ഔട്ട് ചെയ്യുകയാണ്, തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? അവിടെ ഉണ്ടായ വലിയ പ്രതിഷേധങ്ങൾ ഒന്ന് ഓർത്തെടുത്ത് നോക്കൂ. നമ്മളത് വിശദീകരിക്കാനുള്ള സമയമില്ലാതെ അതിലേക്ക് പോകുന്നില്ല. എങ്കിലും വരേണ്യവർഗത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണിത്. ഈ വിദ്യാഭ്യാസം ലഭിക്കാൻ സാഹചര്യം കിട്ടാത്ത അടിസ്ഥാന വർഗത്തിനെ പരിപൂർണമായും പുറത്താക്കുന്ന പദ്ധതിയാണ് എന്നുള്ളതായിരുന്നു 1968-ലെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്കെതിരെയുള്ള വ്യാപക വിമർശനം. ആ വിമർശനത്തിന് ഏറ്റവും മുന്നിൽ നിന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിരുന്നു. ഉത്തരേന്ത്യയിൽ നോക്കിയാൽ അന്നത്തെ ജനസംഘമായിരുന്നു, ഇന്നത്തെ BJP-യുടെ അന്നത്തെ രൂപമാണല്ലോ ജനസംഘം, അവരായിരുന്നു. ദക്ഷിണേന്ത്യയിലാണ് വ്യാപക പ്രതിഷേധം ഉണ്ടായത്. ആ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാന കാരണം അണ്ണാദുരൈ ഉയർത്തിവിട്ട വലിയൊരു കാറ്റായിരുന്നു, ഒരു കൊടുങ്കാറ്റ്, ത്രിഭാഷാ പദ്ധതിക്കെതിരെ. അത് അന്ന് തുടങ്ങിയതാണ് കേട്ടോ. ഇന്നും തമിഴ്നാട്ടിൽ ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ കാരണം അവരുടെ ഈ ത്രിഭാഷാ പദ്ധതി ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടാണ്. അത് കഴിഞ്ഞോ 86-ൽ വരുമ്പോൾ അന്നത്തെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനം എന്തായിരുന്നു? അന്നത്തെ പ്രധാനപ്പെട്ട വിമർശനം 68-ലേക്കാൾ കടുത്ത വരേണ്യവർഗ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കാനും ഹിന്ദി കൃത്രിമമായി ഇതിൻ്റെ അകത്ത് വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നവോദയ വിദ്യാലയങ്ങൾ എന്ന ഒരു പുതിയ തരം വിദ്യാലയങ്ങൾ ഇന്ത്യയിലെമ്പാടും തുടങ്ങാനും രാജീവ് ഗാന്ധി തീരുമാനിച്ച് അതിനുള്ള അച്ചാരം വാങ്ങി സംസ്ഥാനങ്ങളെ അതിൻ്റെ ഇരകളാക്കുന്നു എന്നായിരുന്നു ഉണ്ടായിരുന്ന വിമർശനം. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചെന്നാൽ ദക്ഷിണേന്ത്യയിൽ തന്നെ തമിഴ്നാട്ടിൽ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കില്ല എന്ന് നിയമസഭയിൽ തീരുമാനമെടുത്തവർ ആ നിലയിലേക്ക് മാറി. ത്രിഭാഷാ പദ്ധതി എതിർക്കുക മാത്രമല്ല, നവോദയ വിദ്യാലയങ്ങൾ തമിഴ്നാട്ടിൽ സ്ഥാപിക്കില്ല എന്നും തമിഴ്നാട് തീരുമാനമെടുത്തു നിയമസഭ. അതവിടെ ഉണ്ടായി. അപ്പോഴും ഈ അടിസ്ഥാന പ്രശ്നം മറ്റൊന്നുണ്ട് കേട്ടോ, അത് നിൽക്കുന്നുണ്ട്. അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു പോളിസി ഫ്രെയിംവർക്കാണ്.
എന്ന് പറഞ്ഞാൽ പോളിസി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ നയരേഖ. അതൊരു നയരേഖയാണ്. ഈ നയരേഖ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഉള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ട്. കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ 68 കോത്താരി കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം ഇന്ദിരാഗാന്ധി പറഞ്ഞപ്പം GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കും എന്ന പ്രഖ്യാപനം കൂടെ നടത്തി. 2% പോലും നീക്കിവെച്ചില്ല. എന്നിട്ട് ഇപ്പോഴും ഇല്ല. BJP-യുടെ കാലത്ത് ഇപ്പോഴും ഇല്ല. 68 തുടങ്ങിയാണ് 6% പറച്ചിൽ. ഇപ്പോഴും 6% പറയുന്നുണ്ട്. ഇപ്പോൾ 3% വരെ ആയിട്ടുണ്ട് കഷ്ടിച്ച്. അതാണ് സ്ഥിതി. അപ്പോൾ ആ പോളിസി ഫ്രെയിംവർക്കിൽ നയരേഖയിൽ അത് വേണമോ വേണ്ടയോ എന്ന് വെക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുള്ളതാണ്. അത് സംസ്ഥാനങ്ങളുടെ സ്വയംനിർണയാവകാശത്തിൽപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി തമിഴ്നാടിൻ്റെ ഒരു കേസ് പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ വർഷമല്ലേ പറഞ്ഞത്, നമ്മളെല്ലാവരും കണ്ടതും വായിച്ചതും. അതുണ്ടായില്ലേ? അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഈ പദ്ധതി വരുന്നത്. ഈ പദ്ധതി വരുന്നതിൻ്റെ പ്രശ്നം, നമ്മുടെ മുമ്പിലുള്ള അടിസ്ഥാന പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം SSK സമഗ്ര ശിക്ഷ കേരള എന്ന പദ്ധതിക്ക് നമുക്ക് കിട്ടേണ്ട 1466 കോടി രൂപ തരില്ല. നമ്മൾ ചെലവഴിച്ചതാണ്. എങ്ങനെ ചെലവഴിച്ചതാണ്? നമ്മുടെ കേരളത്തിൽ പിന്നെ ഗവൺമെൻറ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ആകെ എണ്ണം 15,000 എണ്ണമുണ്ട്. 15,000 എയ്ഡഡ് സ്കൂളുകളും അവിടെ 2 ലക്ഷം അധ്യാപകരും 45 ലക്ഷം കുട്ടികളും പഠിക്കുന്നുണ്ട് അവിടെ. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഈ ഉച്ചഭക്ഷണമടക്കം, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് അടക്കം, അധ്യാപകരുടെ ശമ്പളമടക്കം, പിന്നെ യൂണിഫോം അടക്കം, പിന്നെ പരീക്ഷാ പേപ്പറുകൾ, ചോദ്യക്കടലാസ് അടക്കം എല്ലാം സംസ്ഥാന ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്നതിന് പണം തിരിച്ചു തരാമെന്നുള്ള കണ്ടീഷനിലാണ്. ആ പണം തരുന്നില്ല. ചോദിച്ചപ്പോഴാണ് പറയുന്നത് തരണമെങ്കിൽ SSKയുടെ ഭരണം തരണമെങ്കിൽ നിങ്ങളിതിൽ ഒപ്പിടണം. അപ്പോൾ അതൊരു പ്രശ്നം. അടുത്ത പ്രശ്നം, ഗൗരവമുള്ള പ്രശ്നം വരുന്നത് ഈ പിന്നെ നമ്മുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറയുന്ന CSS. ഈ CSS-ലാണ് ഈ പദ്ധതി വരുന്നത് കേട്ടോ. ഏതാ ഈ പിന്നെ PM ശ്രീ വരുന്നത്. അപ്പോൾ കേരളം നിലവിലിപ്പോൾ 82 കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ 82-ൽ 17 വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെയാണ്. CPIയുടെ 4 വകുപ്പുകളിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. എല്ലാ മന്ത്രിമാരുടെ വകുപ്പുകളിലും നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് LDF നയപരമായി എതിരല്ല. LDF ആ നയം അംഗീകരിച്ചിട്ടുള്ളതുകൊണ്ടാണല്ലോ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പണം കൈപ്പറ്റുന്നതും അതത് വകുപ്പുകളിൽ ചെലവഴിക്കുന്നതും. അപ്പോൾ ഇവിടെ മാത്രമായിട്ട് PM ശ്രീയിൽ മാത്രമായിട്ട് LDF-ന് നയവ്യതിയാനം ഉണ്ടാകണമെങ്കിൽ LDF-ൽ ഈ നയം മാറ്റണം എന്ന് ഏതെങ്കിലും ഒരു കക്ഷി നിർദ്ദേശം വെക്കണം. CPI അങ്ങനെ വെച്ചതായിട്ട് ഈ നിമിഷം വരെ എനിക്കറിയില്ല. പക്ഷേ CPI സെക്രട്ടറി പറയുന്നത് നയവ്യതിയാനമാണ് ഇത് എന്നത്രേ. അതെങ്ങനെയാണ് സർ? ഈ പിന്നെ LDF-ൻ്റെ പൊതു നയമാണല്ലോ. LDF-ൻ്റെ മാത്രമല്ല UDF-ൻ്റെ കാലത്തും അതുതന്നെയായിരുന്നല്ലോ നയം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് കിട്ടുന്ന പണം സ്വീകരിക്കണം, അത് വകുപ്പുകൾ ചെലവഴിക്കണം, അത് സാമൂഹ്യ നീതിക്ക് ഉപയോഗിക്കണം, പൊതുവിൽ മറ്റ് ജനാധിപത്യപരമായ സ്ഥിതിസമത്വത്തിന് ഉപയോഗിക്കണം. അതാണ് കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് LDF-നുള്ളതുകൊണ്ടാണ് ആ നയം തുടരുന്നത്. അത് മാറ്റാൻ LDF തീരുമാനിക്കാത്ത കാലത്തോളം എന്ത് നയവ്യതിയാനമാണ് PM ശ്രീയിൽ ഉണ്ടായെന്ന് ഇവർ ഈ എതിർക്കുന്നവർ വാദിക്കുന്നത്. എനിക്ക് ഈ ചർച്ച ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എനിക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ആ പോയിന്റിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ശ്രീ N. ശ്രീകുമാർ, നോക്കൂ, ഇതുപോലെയുള്ളൊരു പ്രശ്നം വരുമ്പോൾ ഒരു പക്ഷേ സാധാരണ ആളുകൾക്ക് മാധ്യമങ്ങളുടെ ചർച്ചകളും ഒക്കെ, മാധ്യമങ്ങളുടെ പ്രചരണവും ഒക്കെ വരുമ്പോഴേക്കും ആളുകൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. എന്താണ് സംഭവിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ കേരളം ഇതുവരെ അതിനെ എതിർത്തിട്ട് ഇപ്പോൾ കയറി ഒപ്പിട്ടോ? അപ്പോൾ ഇനി നാളെ മുതൽ ഈ പറയുന്ന വർഗീയ കാര്യങ്ങളൊക്കെയാണോ പഠിപ്പിക്കേണ്ടി വരിക? സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇനി അങ്ങനെ വരാൻ പോവുകയാണോ? അത് കേൾക്കുമ്പോൾ കുറേ വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങൾ വരും. അവർ പ്രക്ഷോഭം, അവർക്കത് താല്പര്യമില്ലാത്തവർ അത് കേരളം എന്തിനു വേണ്ടി അങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങാൻ ശ്രമിക്കും. ചില പാർട്ടികൾക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാകും. കാരണം ഇത് രാജ്യം മുഴുവൻ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് ഒറ്റയടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകണം എന്നില്ല. ആ കൺഫ്യൂഷനിടയ്ക്ക് ഇതാണ് സുവർണാവസരം എന്ന് കരുതുന്നവർ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ സുവർണാവസരം തേടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ആകുകയാണോ ഇപ്പോഴും ഈ ഘട്ടത്തിൽ കോൺഗ്രസും മറ്റു പാർട്ടികളുമൊക്കെ? നോക്കുക, നമ്മുടെ ഒരു സംസ്ഥാനത്ത് നമുക്ക് ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ, ഇന്നത്തെ BJP സർക്കാരിൻ്റെ കേന്ദ്രത്തിലെ ഇടപെടലുകൾ കൊണ്ടൊക്കെ സാമ്പത്തികമായി കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്നതിലൊക്കെ തടസ്സങ്ങളുള്ളത്
അങ്ങേക്കുൾപ്പെടെ അറിയാവുന്നതാണ്. അതെങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് തള്ളി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഓരോ നിമിഷവും പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ശ്രമിക്കുന്നത്, കേരളം പ്രത്യേകിച്ചും ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ സംസ്ഥാനത്ത് ഇത്തരം PM ശ്രീ പോലെയുള്ള പദ്ധതി തൽക്കാലം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയി നേരത്തെ M ജയചന്ദ്രനും ഡോക്ടർ VPP ഒക്കെ പറഞ്ഞതുപോലെ കിട്ടേണ്ട പണം വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിൽ വലിയ പ്രതിപക്ഷ പാർട്ടികളുണ്ടല്ലോ, കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളുണ്ടല്ലോ. അവർ ദേശീയ തലത്തിലൊക്കെ മഹാസഖ്യത്തിൻ്റെയൊക്കെ ഭാഗമായി ഇടപെട്ട് കേന്ദ്രത്തിലെ ഭരണത്തിന് ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി അവർ അധികാരത്തിലേക്ക് വന്നാൽ നാളെ കേരളത്തിനും മറ്റുള്ളവർക്കുമൊക്കെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികൾക്ക് ഒരു മാറ്റമുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയാണ് ഉണ്ടാകുക. അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് പോലും നിന്നു കൊടുക്കാതെ കോൺഗ്രസ് ഒക്കെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? നാളെ BJP തന്നെ ഈ ആവുന്നത്ര കാലത്തോളം ഭരിക്കുമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ കരുതുന്നതാണോ നമ്മൾ ഈ കാണുന്നത്? നോക്കൂ ഡോക്ടർ ലാലെ, നിങ്ങൾ കോൺഗ്രസിനെ വിട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ചർച്ചയായത്? ഇത് കേരളത്തിലെ ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു സംവിധാനത്തില് CPI നിങ്ങൾ ഈ പറഞ്ഞ CPI-ക്കാർക്ക് മനസ്സിലായിട്ടില്ല. അവര് പറഞ്ഞത് ഞങ്ങൾ ഇതിനെ എതിർക്കും, ഇതെന്ത് സർക്കാർ എന്ത്. ബിനോയ് വിശ്വം പത്രസമ്മേളനം നടത്തി ചോദിച്ചു, ഇത് LDF അല്ല, ഇത് LDF-ന്റെ നയമല്ല എന്ന് CPI പറഞ്ഞപ്പോഴാണ് വിവാദമായത്, കോൺഗ്രസ് അല്ല. അപ്പൊ CPIക്ക് VPP മുസ്തഫ പറയുന്ന കാര്യം ബിനോയ് വിശ്വത്തിന് മനസ്സിലായിട്ടില്ലെന്നാ പറഞ്ഞത്, 4 മന്ത്രിമാർക്ക് മനസ്സിലായിട്ടില്ലെന്നാ പറഞ്ഞത്. താങ്കൾക്ക് മനസ്സിലായോ? നമുക്ക് ബിനോയ് താങ്കൾ ഒന്ന് ബിനോയ് വിശ്വത്തോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിത് ബിനോയ് വിശ്വ നമുക്കൊക്കെ അറിയാം, അദ്ദേഹത്തിന് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അവർ തമ്മിൽ ചർച്ച ചെയ്യട്ടെ. ബിനോയ് വിശ്വവും പിന്നെ ഗോവിന്ദ മാഷും ഒക്കെ ചർച്ച ചെയ്യട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, താങ്കൾ CPI ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ്, CPIയുടെ നാവിൽ നിന്നുകൊണ്ട് താങ്കൾ പറയുന്നത് കൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഈ കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ? ഡോക്ടർ ലാല ഇങ്ങനത്തെ അനാവശ്യ ചോദ്യം ചോദിക്കില്ലേ? ഇടതു മുന്നണിക്ക് നയമുണ്ടോ, സർക്കാരിന്റെ നയമുണ്ട് എന്ന് പറഞ്ഞത് CPI ആണ്. CPI പറഞ്ഞു ഈ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പൊ CPM പറയുന്നത് എന്താണ്? CPM പല രീതിയിലാണ് പറയുന്നത്. MA ബേബി ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ കേരളത്തിൽ നടപ്പാക്കില്ല, വിശ്വാസം എടുക്കും CPI എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്നിപ്പോ നടപ്പാക്കിയതിന് ശേഷം നടപ്പാക്കിയത് എങ്ങനെയാ? കോൺഗ്രസ് ഗവൺമെന്റിൽ നടപ്പാക്കിയപ്പോൾ അവിടെ ഒരു വിവാദം ഉണ്ടായില്ല. ഇവിടെ കോൺഗ്രസ് ഗവൺമെന്റ് അതെന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അതെന്തുകൊണ്ടാണ് സർ? അത് താങ്കൾ പറയൂ, താങ്കൾക്ക് പറയാൻ താല്പര്യമില്ലേ? കോൺഗ്രസ് അവിടെ നടപ്പിലാക്കിയപ്പോൾ എന്തുകൊണ്ട് വിവാദം ഉണ്ടായില്ല? അവിടെ ഈ പറഞ്ഞ ഇപ്പോൾ നിങ്ങളൊക്കെ വിമർശിക്കുന്ന ഈ പറയുന്ന വർഗീയ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് സോൾവ് ചെയ്തിട്ടാണ് അവിടെ നടപ്പിലാക്കിയത്. നോക്കൂ, നിങ്ങളെ വെറുതെ ഇടപെട്ട് എന്റെ സമയം കളയല്ലേ. അതായത് കോൺഗ്രസ് ഗവൺമെന്റ് ഈ കാര്യം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരത് മാന്യമായിട്ട് ചർച്ച ചെയ്ത് പരസ്യമായിട്ട് നടപ്പാക്കിയതാ, അല്ലാതെ ഘടകകക്ഷികളെ അറിയിക്കാതെ പോയിട്ട് ഡൽഹി പോയിട്ട് ഒപ്പിട്ടതല്ല. ആ ചർച്ച ചെയ്യലിൽ ഇത് ഞങ്ങൾ അങ്ങ് നടപ്പിലാക്കുകയാണ്, വർഗീയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും, നമുക്കത് അംഗീകരിച്ചു പോകാമെന്നാണോ? അതോ ഇപ്പോൾ CPM-ഉം CPI-യും ഒക്കെ പറയുന്നത് പോലെ കോർപ്പറേറ്റുകൾക്കെതിരെ മതേതരത്വം ഉണ്ടാകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം മാത്രമേ നടപ്പിലാക്കൂ എന്ന തരത്തിലൊരു കാര്യം ചർച്ച ചെയ്ത് അതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടാണോ അവർ നടപ്പിലാക്കിയത്? എന്നാലും ആര് സംസാരിച്ചോണ്ടിരുന്നോ? ഞാൻ വെറുതെ ഇരിക്കാം. അല്ല, അങ്ങ് ആ ഒരു സംശയം തീർത്ത് തരൂ. അല്ല, എനിക്ക് പറയാനിരിക്കേണ്ട പിന്നെ എങ്ങനെയാ? കേരളത്തിലെ CPI എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇരുട്ടിലാണ്. ആരാ പറഞ്ഞ? ബിനോയ് വിശ്വം. എവിടെയാ പറഞ്ഞ? പത്രസമ്മേളനത്തില്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, MOU ഒപ്പിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്തിനു മറച്ചു വെച്ചു? എന്തുകൊണ്ട് LDF ചർച്ച ചെയ്തില്ല? അല്ല, അതൊക്കെ സംഭവിക്കില്ലേ? അങ്ങേ പോലുള്ള വിവരമുള്ള ഒരാളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ കാര്യങ്ങൾ രാഷ്ട്രീയം അറിയാവുന്ന ഒരു ആളോട്. ബിനോയ് വിശ്വന് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായി സംഭവിക്കില്ലേ? നമുക്കൊരു രാഷ്ട്രീയ വിദ്യാർത്ഥികളായി സംസാരിക്കാം. ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ സംഭവിക്കില്ലേ? ചിലപ്പോ ഒക്കെ അല്ല, ഇത്രയും കേന്ദ്ര പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, ഈ ഇത്രയും കേന്ദ്ര പദ്ധതികളൊക്കെ എല്ലാം ഓരോന്നും ഇങ്ങനെ ചർച്ച ചെയ്തിട്ടാണോ നമ്മൾ ഓരോ പണം നേടിയെടുക്കുന്നത്? എല്ലാം ഒപ്പിടാൻ പോകുമ്പോൾ, സെക്രട്ടറിമാർ ഒപ്പിടാൻ പോകുമ്പോൾ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടാണോ? UDF-ൽ അങ്ങനെ ചർച്ച ചെയ്യാറുണ്ടോ? LDF-ലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഇവിടെ കിടന്ന് ഈ 8 മണിക്ക് കിടന്ന് ന്യായീകരിച്ചുകൊണ്ടൊന്നും CPIയുടെ നിലപാട് മാറില്ല. ഞാൻ ആദ്യം അങ്ങ് പേടിക്കണ്ട. ഞാനിത് പെട്ടെന്ന് ഇത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു, താങ്കൾ പേടിക്കണ്ട, അങ്ങനെ കിടക്കട്ടെ. അല്ല, നോക്കൂ നല്ല രാഷ്ട്രീയം പറയാം. CPI ഇപ്പൊ LDF വിട്ടുവരുന്നൊന്നും കോൺഗ്രസ് ഒന്നും പറയുന്നില്ല. അവർ വരാനും പാടില്ല, അവരവിടെ തന്നെ നിൽക്കണം. കാരണം CPM-ന്റെ ഇങ്ങനത്തെയുള്ള മുസ്ലിം ലീഗിന് താല്പര്യമില്ല. മുസ്ലിം ലീഗിന് പ്രശ്നമുണ്ട് അവിടെ. നിങ്ങൾ സംസാരിച്ചോ, ഞാൻ ഇല്ല. പറഞ്ഞോളൂ സാർ.
ലാലെ നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കില്ല, ഞാൻ പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ. അല്ല, വെറുതെ ചുമ്മാ നിങ്ങൾക്ക് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാനാണ്. പറഞ്ഞോളൂ. അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വച്ചാൽ കേരള രാഷ്ട്രത്തിന്റെ ഗതി മാറില്ല. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഈ ചോദിക്കുന്ന ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ പറഞ്ഞു. അതാണ് പറഞ്ഞത്. അതായത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഇടപെട്ട് തടസ്സപ്പെടുത്തിയാലും അർത്ഥം എന്താ വെച്ചാൽ, ഞാൻ പറയുന്നത് ജനങ്ങൾ കേൾക്കരുത് എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് CPI ഉണ്ടാക്കിയ വിഷയമാണ്. CPIക്ക് മനസ്സിലായിട്ടില്ല, അവർ ഇരുട്ടിലാണ്. MOU ഒപ്പിട്ടവർ അറിഞ്ഞിട്ടില്ല. ഇത് തെറ്റാണ്, ഇത് തിരുത്തണം. അടുത്ത 27-ാം തീയതി ചേർന്ന എക്സിക്യൂട്ടീവില് ഞങ്ങൾ അന്തിമ തീരുമാനം എടുക്കും. ഈ CPI ആണ് പറഞ്ഞത്. പിന്നെ ഇതിന്റെ MOU കാര്യങ്ങളും ചർച്ചകളൊക്കെ ശിവൻകുട്ടി പറഞ്ഞ പോലെ ഫണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. ശരി, ആയിക്കോ, സമ്മതിച്ചോ. പക്ഷെ എന്തുകൊണ്ട് CPI അറിയിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇതൊന്നും പുതിയ വിഷയമല്ല. ശരിയാ, ശ്രീ VPP മുസ്തഫയുടെ കണ്ണൂര്, അവിടുത്തെ കണ്ണൂർ സർവകലാശാല 2-3 വർഷം മുമ്പ് ശ്രീ ഗോപിനാഥൻ സാർ മറ്റേ VC അയക്കുന്ന സമയത്ത് ഒരു തീരുമാനമെടുത്തു. സവർക്കറേയും ദീനദയാൽ ഉപാധ്യായെയും അതുപോലെ തന്നെ ഗുരുജി ഗോൾവാക്കറിനെയും മറ്റേ പഠിപ്പിക്കാൻ കണ്ണൂർ സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് തീരുമാനമെടുത്തു. അതൊരു പ്രശ്നമായി ഇപ്പൊ ബഹളമായപ്പോ യൂണിവേഴ്സിറ്റി 2 അധ്യാപകരെ, 2 ഇടതുപക്ഷ ചിന്തകരായ അധ്യാപകരെ, ഡോക്ടർ ജയപ്രഭാഷ്, ഡോക്ടർ KS പവിത്രൻ, 2 പേരെ വെച്ചൊരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തു. അതിലെ ഇവരുടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ വിഷയങ്ങൾ, അതായത് ഒരു പ്രത്യേക പദമുണ്ട്, ഞാൻ മറന്നുപോയി, പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ജവഹർലാൽ നെഹ്റുവിനെ മഹാത്മാഗാന്ധിയെയും വിശദമായി പഠിപ്പിക്കണം. അപ്പൊ അതിൽ ഇവർ പറയാത്തൊരു കാര്യം കൂടി അവർ എഴുതി ചേർത്തു. അക്കാഡമിക് കൗൺസിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്താണ്, EMSനെ കൂടി പഠിപ്പിക്കണം. അത് കുഴപ്പമില്ല, EMSനെ കൂടി പഠിപ്പിക്കട്ടെ. അപ്പൊ അന്നേ തീരുമാനിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി. പുതിയ ഒന്നുമല്ല. പക്ഷെ ഇവിടെ വിഷയം അതല്ല. ഇവിടെ എന്താ വിഷയം? CPM ആണല്ലോ അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മറ്റേ പിണറായി വിജയനാണല്ലോ VC നിയമിച്ചത്. അപ്പൊ അന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് CPM. അപ്പൊ CPM ഇതൊന്നും പുതിയ വിഷയമല്ല എന്ന് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താ? ഒരു ഘടകകക്ഷി പറയാണ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്. അതാ വിഷയം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലതും നടക്കും. നിങ്ങൾ കോൺഗ്രസ് അവിടെ പോയിട്ട് അവർ താങ്കൾ ഈ പറഞ്ഞതെല്ലാം ഞാൻ ഇത്രയും നേരം കേൾപ്പിച്ചു. പക്ഷെ ഇതിനകത്തൊന്നും നമ്മുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും താങ്കൾ സൂചിപ്പിച്ചിട്ടില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ടില്ല. അപ്പോഴും ഞാൻ ചോദിച്ചത് ഇതാണ്, ഈ പറയുന്ന തരത്തിൽ LDFന് എന്തെങ്കിലും അവരുടെ ഘടകകക്ഷികൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അവർ തമ്മിൽ ആ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് അവർ സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനകത്ത് കോൺഗ്രസ്സിന് ഒരു കാര്യവുമില്ല, UDFന് ഒരു കാര്യവുമില്ല. പക്ഷേ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ തീർക്കാനാണ് എൻ്റെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൽ താങ്കൾക്കും താല്പര്യമില്ല. ഈ കാര്യത്തിൽ കോൺഗ്രസ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടോ? എങ്കിൽ നമുക്കത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാമായിരുന്നു. അവിടെ ഇങ്ങനെയൊന്നും അല്ലല്ലോ. താങ്കളിപ്പോൾ കണ്ണൂർ സർവകലാശാലയിലെ സിലബസിനെ കുറിച്ച് പ്രശ്നം പറഞ്ഞല്ലോ. പക്ഷേ ഇങ്ങനൊരു കമ്മിറ്റി പോലും ഇല്ലാതെ എന്താണോ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്, VD സവർക്കറേയും മറ്റേ ഹെഡ്ഗാവേറൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതുപോലെ നടപ്പിലാക്കാൻ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയല്ലേ രാജസ്ഥാൻ ഗെലോട്ട്. രാജസ്ഥാൻ ഇപ്പൊ ഭരിക്കുന്ന BJP ആണ് എന്റെ ഡോക്ടർ ലാലെ. നിങ്ങൾ കേരളത്തിലേക്ക് നമ്മുടെ ചർച്ചയുടെ വിഷയം എന്താ? നമ്മുടെ ചർച്ചാ വിഷയം PM ശ്രീയും കോൺഗ്രസ് ശ്രീയും. കോൺഗ്രസ് ഇവിടുത്തെ കോൺഗ്രസ് അല്ലേ പറയണ്ടേ? ഇവിടുത്തെ കോൺഗ്രസ് അങ്ങനെയുണ്ടോ? കേരള കോൺഗ്രസ് അല്ലല്ലോ. നിങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് ചർച്ച? നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതായത് കേരളത്തിൽ VD സതീശൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ പണം വാങ്ങിക്കുമ്പോൾ അത് കേന്ദ്രവുമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചോളൂ. മറ്റ് നാല് സംസ്ഥാനങ്ങളും, കർണാടക BJP ആണ് നടപ്പാക്കിയത്, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഇത് ചർച്ച ചെയ്തിട്ട് ചില തീരുമാനങ്ങൾ എടുത്തിട്ട് വളരെ സുതാര്യമായിട്ട് ഒപ്പിട്ട് കൊടുക്കുക. അല്ലാണ്ട് മന്ത്രിസഭ അറിയാതെയോ മുന്നണി അറിയാതെ ഒപ്പിട്ട് കൊടുത്തില്ല. അവിടെ വിഷയം അതാണ്. CPIക്ക് എന്താ മനസ്സിലാവാത്തത്? ഉത്തരം പറ. എന്തിനാ CPI ബഹളം വയ്ക്കുന്നത് കേരളത്തില്? നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞേ, ഞാൻ നിർത്താം. CPIക്ക് ഇപ്പൊ പ്രശ്നം എന്താ? ഞാനല്ലല്ലോ ഉത്തരം പറയേണ്ടത്. ഇതിനകത്ത് പാനലിസ്റ്റുകൾ നിങ്ങൾ 3 പേരുമാണ്. നിങ്ങളോട് ഞാൻ ജനങ്ങൾക്കാണ് കാര്യങ്ങൾ ഇല്ല. ഞാൻ താങ്കളോട് ചോദിക്കുന്നത് CPIക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഈ കാര്യത്തിൽ മനസ്സിലാകായകയുണ്ടെങ്കിൽ അക്കാര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു റോളും ഇല്ല. കോൺഗ്രസ്സിന് അതിനകത്തൊന്നും പറയാനില്ല. കോൺഗ്രസ് അതിനകത്തൊന്നും മിണ്ടേണ്ടതേ ഇല്ല. അതിനെ ഇങ്ങനെ എന്താണ് ആളി കത്തിച്ചാൽ മതി, നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ എന്താണ് CPI ആണോ കുറ്റം ചെയ്യുന്നത്? അതാണോ താങ്കൾ മനസ്സിലാക്കിയത്?
നോക്കൂ, CPI ഇരുത്തി നിർത്തി. ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്ത് സർക്കാർ, ഇത് എന്ത് മുന്നണി എന്നൊക്കെ ചോദിച്ചത് ബിനോയ് വിശ്വമാണ്. അത് എന്ത് CPI എന്താ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയത്? നിങ്ങൾ പറ, CPIക്ക് എന്താ പ്രശ്നം? എനിക്കറിയില്ല. ശരി, ഞാൻ പിന്മാറി. ഇല്ല ഇല്ല, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ പ്രശ്നം. നമ്മുടെ നാട്ടിൽ NEP നടപ്പിലാക്കുന്നതിന് CPM-ഉം CPI-യും അനുകൂലമല്ല. പക്ഷേ അതേസമയം NEP ഒപ്പിട്ട് കൊടുത്ത് നടപ്പിലാക്കോളാന്ന് പറഞ്ഞ കോൺഗ്രസ് സർക്കാരുകൾ വേറെയുണ്ട്, അതൊരു ഭാഗത്തുണ്ട്. അപ്പോഴാണ് കേരളത്തിൽ PM ശ്രീ എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ഒഫീഷ്യൽ ബ്യൂറോക്രാറ്റിക് പരിപാടിയാണ് ഈ ഒപ്പിടൽ എന്ന് പറയുന്നത്. അത് ഒപ്പിട്ടു, ഇതുപോലെ പല പദ്ധതികളും ഒപ്പിട്ടിട്ടുണ്ട്, പണം വാങ്ങുന്നുണ്ട് സംസ്ഥാനത്ത്. അതിൻ്റെ ഭാഗമായി PM ശ്രീയിലൂടെയും പണം വാങ്ങാൻ ശ്രമിക്കുന്നു. ഈ കാര്യത്തിൽ CPIക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താങ്കൾക്ക് ഈ കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ടോ? CPIക്ക് എന്തുകൊണ്ടാണ് സംശയം എന്നുള്ളത് താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ബിനോയ് വിശ്വം പറഞ്ഞല്ലോ, ഞങ്ങളെ ഇരുട്ടിൽ നിർത്തി, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളുടെ മന്ത്രിമാർ അറിഞ്ഞില്ല, ഞങ്ങളെ പറ്റിച്ചു. ഡൽഹി പോയിട്ട് ഉദ്യോഗസ്ഥ ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങൾ അറിയാത്ത വിഷയമാണ്, മുന്നണി ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടില്ല, ഞങ്ങൾ 27-ാം തീയതി തീരുമാനിക്കും, കാത്തിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അപ്പൊ 27-ാം തീയതി വരെ കാത്തിരിക്കാതെ CPI പുറത്തോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിലൊക്കെ UDF പറയുന്നത് എന്തർത്ഥത്തിലാണ് സർ? അതിപ്പോ LDF ചെയർമാൻ കൺവീനറായെന്ന് EP ജയരാജൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലേ? അതുപോലെ അടൂർ പ്രകാശ് ക്ഷണിച്ചു CPI. അതിലിപ്പോ എന്താ ഇട്ടുള്ളത്? ഞാൻ കേട്ടില്ല, അതെനിക്ക് മനസ്സിലായില്ല. ഡോക്ടർ VPP അതാ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. EP ജയരാജൻ LDF കൺവീനർ ആയിരിക്കുമ്പോഴേ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് LDFിലേക്ക് വരണം എന്ന് പറഞ്ഞു. വലിയ ഇഷ്യൂ ആയത്. അവസാനം അദ്ദേഹത്തെ തള്ളി പറഞ്ഞു പാർട്ടി. മനസ്സിലാക്കും. അല്ല, അത്രയേ ഉള്ളോ? ഈ കാര്യത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞതും തിരുവഞ്ചൂർ പറയുന്നതും അല്ലെ ബാക്കി കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് ഇതുപോലെ തള്ളി പറയേണ്ട കാര്യങ്ങളാണോ? കോൺഗ്രസ് നാളെ നടപടി എടുക്കേണ്ട കാര്യങ്ങളാണോ? എന്റെ ലാല, ഇതിന് കോൺഗ്രസിന് വിഷയമല്ല. കാരണം CPI വരില്ലെന്നറിയാം. പക്ഷെ CPIയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട CPM ആണ്. CPM പെട്ടു, നിലപാട് തിരുത്തി, നയം തിരുത്തി, പാർട്ടി കോൺഗ്രസിന്റെ നയം തിരുത്തി, പാർട്ടി പ്രവർത്തകരെ വഞ്ചിച്ചു, പാർട്ടി അണികളെ വഞ്ചിച്ചു, എന്നിട്ട് ഒപ്പിട്ടു. അതാണ് CPI പറഞ്ഞത്. മനസ്സിലായല്ലേ പറഞ്ഞത്? ഡോക്ടർ VPP, ഇതിനകത്ത് ഇപ്പൊ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം NEP ചർച്ച ചെയ്യരുത്. ആ കാര്യത്തിൽ ആരെങ്കിലുമൊക്കെ ഈ രാജ്യത്ത് ഒപ്പിട്ട ആളുകൾ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ചർച്ചയാകരുത്. കേരളത്തിൽ ആരൊക്കെ NEP അനുകൂലിക്കുന്നു അല്ലെങ്കിൽ ഈ കാര്യത്തിനകത്ത് PM ശ്രീയെ എതിർക്കുന്നു, ഈ കാര്യങ്ങൾ ഒന്നും ചർച്ചയാകരുത്. ആകെ ചർച്ച ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, CPM-ഉം CPI-യും തമ്മിൽ അവിടെ എന്തൊക്കെയോ ചില ഈ കാര്യത്തിലൊരു തർക്കമുണ്ട്. ആ തർക്കം അങ്ങനെ ഉണ്ടായത് ഇങ്ങനെ പുകമറയായി ഇങ്ങനെ കിടക്കണം, അതിങ്ങനെ നീണ്ടു പോകണം. അത് മാത്രമേ ഉള്ളൂ. ഇത്തരമൊരു രാഷ്ട്രീയ കാലാവസ്ഥ ഇങ്ങനെ തുടർന്നു പോകുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ അവർക്കതിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ലാലിപ്പോ പറഞ്ഞതാണ് നമ്മുടെ വിഷയം. കാരണം എന്താ, ഇതിലെന്താ കോൺഗ്രസിന്റെ നിലപാട്? ശ്രീകുമാർ ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് CPIയുടെ ഭാഗത്തു നിന്നുണ്ടായ 2 പ്രസ്താവനകളാണ്. അപ്പൊ എന്തോ വലിയ ഉരുൾപൊട്ടാൽ ഉണ്ടാകാൻ പോകുന്നു ഇടതു മുന്നണിയിൽ, CPM-ഉം CPI ഇപ്പൊ തമ്മിലടിച്ചത് തീരും, അങ്ങനെ എന്തോ ഒരു വ്യാമോഹത്തിൽ അദ്ദേഹം നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ വിഷയം എന്താ? നിങ്ങൾ കോൺഗ്രസിന്റെ CPI ഇറക്കിയ പ്രസ്താവനയാണ് നിങ്ങളുടെ അലോസരമെങ്കിൽ എന്തിനാണെന്നേ കോൺഗ്രസ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സമരം ചെയ്യുന്നത്? കോൺഗ്രസ് എന്തിനാ വിദ്യാഭ്യാസ മന്ത്രിയെ തടയാൻ നിൽക്കുന്നത്? KSU എന്തിനാ തടയാൻ നിൽക്കുന്നത്? നിങ്ങൾ എന്താ പറയുന്നത്? PM ശ്രീയിൽ നിന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിന്മാറും. അതല്ലേ VD സതീശന്റെ പ്രസ്താവന. അതെന്തേ നിങ്ങൾ രാജസ്ഥാനിൽ നടപ്പിലാക്കാത്തത്? ഇനി കർണാടകത്തിൽ BJPയുടെ കാലത്താണ് PM ശ്രീയിൽ ഒപ്പിട്ടതെങ്കിൽ നിങ്ങളുടെ DK ശിവകുമാറും സിദ്ധാരാമയ്യയും വന്നപ്പോൾ എന്തിനാ അതിൽ നിന്ന് പിന്മാറാത്തത്? കേരളത്തിൽ UDF വന്നാൽ PM ശ്രീയിൽ നിന്ന് പിന്മാറുമെന്നല്ലേ VD സതീശൻ പറയുന്നത്? എന്താ പിന്നെ നിങ്ങൾ BJP ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറിയില്ല? എന്തേ തെലങ്കാനയിൽ പിന്മാറിയില്ല? നിങ്ങളിപ്പോ ആകെ 4 സ്റ്റേറ്റിലല്ലേ അധികാരത്തിലുള്ളൂ ഇന്ത്യയിൽ. അവിടെയെല്ലാം നിങ്ങൾ ഇത് തുടരുകയാണല്ലോ. രാജസ്ഥാനിലാണെങ്കിൽ നേരത്തെ വേറെ ആരെങ്കിലും ഒപ്പിട്ടത് നിങ്ങൾ തുടർന്നതല്ല. ഈ PM ശ്രീ 2022 പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം ചാടി കയറി ഒപ്പിട്ടത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു BJP സ്റ്റേറ്റ് ഒപ്പിടുന്നതിന് മുമ്പേ ഒപ്പിട്ടത് അശോക് ഗെഹ്ലോട്ടാണ്, നിങ്ങളുടെ കോൺഗ്രസിന്റെ അന്നത്തെ രാജസ്ഥാൻ ഗവൺമെന്റാ. അപ്പൊ അങ്ങനെ നിങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് PM ശ്രീ. നിങ്ങൾക്ക് NEPയോട് എതിർപ്പല്ലേ? കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം NEPക്ക് എതിരല്ലേ? അങ്ങനെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം NEPക്ക് എതിരായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് PM ശ്രീക്ക് നിങ്ങൾ ഒപ്പിട്ടത്? അങ്ങനെ നിങ്ങൾ ഭരിക്കുന്നിടത്തെല്ലാം PM ശ്രീയിൽ ഒപ്പിടുകയും കഴിഞ്ഞ 3 വർഷമായിട്ട് അതിന്റെ ഫണ്ട് കൈപ്പറ്റുകയും ചെയ്ത നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ മാത്രം ഇത് ഒപ്പിട്ടതിനെ എതിർക്കുന്നത്?
ഈ പൊരുത്തക്കേടാണ് ഞങ്ങൾ ഈ സമയം അത്രയും പറയുന്നത്. ശ്രീകുമാർ ചേട്ടാ, നിങ്ങൾ അത് കേൾക്കാതെ നിങ്ങൾ ഈ CPI ബോധ്യപ്പെടും. ഞാനല്ലോ ശ്രീകുമാർ ചേട്ടൻ ആ കാര്യത്തെ കുറിച്ച് മിണ്ടിയില്ല. എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ CPIയും CPIയും, അതെല്ലാം ഞങ്ങൾ രമ്യമായിട്ട് പരിഹരിച്ചിട്ടില്ലേ? ആണ് ഇന്നും ഉണ്ടായിട്ടുള്ളത്. CPM-ന്റെ ജനറൽ സെക്രട്ടറിയും CPI-യുടെ ജനറൽ സെക്രട്ടറിയും തമ്മിൽ അരമണിക്കൂർ ചർച്ച നടത്തി ഡൽഹിയിൽ. എന്നിട്ട് CPM-ന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ ഇത് രമ്യമായി പരിഹരിക്കും, കേരളത്തിലെ രണ്ട് പാർട്ടിയുടെയും നേതാക്കൾ അത് ഇടപെടും. കേരളത്തിലും അത് തന്നെയല്ലേ നടന്നത്. ശിവൻകുട്ടി ഇന്ന് ബിനോയ് വിഷയത്തെ പോയി കണ്ടു. ചർച്ചകൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. സംസ്ഥാന LDF കൺവീനർ പറഞ്ഞു LDF-ന്റെ സംസ്ഥാന കമ്മിറ്റി കൂടും, ചർച്ച ചെയ്യും, പരിഹരിക്കും. അപ്പൊ അതുകൊണ്ട് CPI ഇപ്പോ നടത്തിയിട്ടുള്ള വിയോജിപ്പോ അവര് നടത്തിയിട്ടുള്ള പ്രസ്താവനയോ ഈ വിഷയത്തിൽ എന്തോ വലിയ ഒരു ഉരുൾപൊട്ടലല്ല. നിങ്ങളത് ഏറ്റുപിടിക്കുന്നുണ്ടെങ്കിൽ CPI-യുടെ വിയോജിപ്പിനെ ഏറ്റുപിടിച്ച് PM-ശ്രീയിൽ നിന്ന് പിന്മാറും എന്ന നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ ശ്രീയിൽ ഒപ്പുവെച്ചതിനെതിരെ PSU-വിനെ ഇറക്കി നിങ്ങൾ മന്ത്രിക്കെതിരെ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന 4 സ്റ്റേറ്റിലും നിങ്ങൾ മാറണ്ടേ? കേരളത്തിന് മാത്രം ഒരു PM-ശ്രീ MOU-യും രാജസ്ഥാന് വേറെ MOU അല്ലല്ലോ. എല്ലായിടത്തും ഒരേ MOU അല്ലേ? അതിനെല്ലാം ഒരേ ഉള്ളടക്കമല്ലേ? ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം. ഇങ്ങനെ ഇരട്ടത്താപ്പ് കോൺഗ്രസിന് പാടുണ്ടോ? നിങ്ങൾ ബാക്കി സ്റ്റേറ്റിലെല്ലാം ഇത് സ്വീകരിക്കാം, കേരളത്തിൽ സ്വീകരിച്ചുകൂടാ എന്ന് പറയുന്നത്. ഇനി കേരളത്തിൽ ഈ PM-ശ്രീ ഒപ്പിട്ടത് കൊണ്ട് ഡീവോജിക്കേഷൻ പോളിസി നടപ്പിലാക്കില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് PM ഉഷ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയതെന്ന്. അതിനെക്കുറിച്ച് നിങ്ങൾ ശ്രീകുമാർ ചേട്ടൻ കമാന്ന് വേണ്ടിയില്ലല്ലോ. ഇവിടെ PMA വഴി നടപ്പിലാക്കിയില്ലേ? പോട്ടെ, പാവപ്പെട്ടവർക്കുള്ള വീട് ആകെ 72,000 രൂപ തരുന്നുള്ളൂ ശ്രീകുമാർ ചേട്ടാ. കേരളം നമ്മൾ 4 ലക്ഷം കൊടുക്കുക. അപ്പോഴാണല്ലോ നേരത്തെ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കൊണ്ടുപോയി ഒട്ടിക്കണം ആ വീട്ടിന്റെ മുമ്പിൽ. ഇല്ല എന്ന് നമ്മൾ നിലപാടെടുത്തില്ലേ? അങ്ങനെ നിലപാടെടുത്തിട്ടും PMA വഴി നിന്നുള്ള ഫണ്ട് നമ്മൾ വാങ്ങിച്ചെടുത്തില്ലേ? ആയുഷ്മാൻ ഭാരത് നേരത്തെ ലാൽ തന്നെ സൂചിപ്പിച്ചു. ആശുപത്രികളുടെ മുന്നിൽ, ഗവൺമെന്റ് ആശുപത്രികളുടെ മുന്നിൽ എഴുതി വെക്കണം ആയുഷ്. നമ്മളത് എഴുതി വെച്ച് ഫണ്ട് സ്വീകരിച്ചിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ചില സ്കീമുകളിൽ ഇപ്പൊ അങ്ങനെയുള്ള നിബന്ധനകൾ കൊണ്ടുവരുന്നു. ഈ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇങ്ങനെ BJPക്ക് ഇപ്പൊ ഇടപെടാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുത്തതാരാ? 42ാം ഭരണഘടനാ ഭേദഗതി. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് അത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നില്ലേ? പിന്നെ അത് സമവർത്തി ലിസ്റ്റിലേക്ക് കൊണ്ടുപോയതാരാ? ഇന്ദിരാഗാന്ധി 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ലേ? ആ ചാൻസ് ഉപയോഗിച്ച്, ആ പഴുതുപയോഗിച്ചിട്ടല്ലേ ഇപ്പോ BJP ഗവൺമെന്റ് കൂടുതൽ കേന്ദ്രീകരണം വരുത്തിയിരിക്കുന്നത്. നിങ്ങൾ കോൺഗ്രസിലെ ഇതിനെല്ലാം ഉത്തരവാദിയായി തീർന്നത് നിങ്ങളല്ലേ. അവർക്ക് വിദ്യാഭ്യാസം മറ്റു വകുപ്പുകൾ പോലെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നേരത്തെ കോത്താരി കമ്മീഷനെ കുറിച്ച് സൂചിപ്പിച്ചു. എന്റെ ആദ്യത്തെ വാചകമുണ്ടല്ലോ, നാളത്തെ ഇന്ത്യ രൂപം കൊള്ളുന്നത് ഇന്നത്തെ ക്ലാസ് മുറികളിലാണ്. കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ 1ാമത്തെ വാചകം. അത് കയറി പിടിക്കുകയാണ് ഇപ്പൊ അവര്. അതിനെ പ്രതിരോധിക്കുകയാണ് ഇടതുപക്ഷം ഉൾപ്പെടെ CPIM ഉൾപ്പെടെ ചെയ്യുന്നത്. അപ്പൊ അതില് വേറെ തർക്കങ്ങൾ ഉണ്ടാവണം. പിന്നെ ഞങ്ങളെന്തോ CPM എന്തോ അല്ലാതെ വല്ലാതെ കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഉപയോഗിച്ചു ഡീവിയേറ്റ് ചെയ്തു. CPI ആണ് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെയൊന്നും വരുത്തി തീർക്കണ്ടേ? ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്ക്, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അടിസ്ഥാനപരമായിട്ട് ആരുടെ കൂടിയാണ്? തൊഴിലാളി വർഗത്തിന്റെ കൂടിയാണ്. ആ തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണ് മുതലാളി. ഇപ്പോ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗ. 1 ലക്ഷം വ്യവസായങ്ങൾ നടപ്പിലാക്കി ഈ 3 വർഷം കൊണ്ട്, 4 വർഷം കൊണ്ട്. 1 ലക്ഷം മുതലാളിമാരുണ്ടായി. 1 ലക്ഷം മുതലാളിമാരെ ഉണ്ടാക്കിയില്ലേ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായ രാജീവ്? വ്യവസായ വകുപ്പിൽ വ്യവസായം കൊണ്ടുവന്നിട്ട്. അതെല്ലാം തൊഴിലാളി വർഗത്തിനെതിരല്ലേ? ഇങ്ങനെയൊക്കെ സാങ്കേതികമായ ന്യായങ്ങൾ പറയാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഞങ്ങളെ ഭരിക്കുന്നത് ചൈനയിലല്ല, ഒരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനത്തിലല്ല. കോൺഗ്രസും BJPയും എല്ലാം ഉൾപ്പെടുന്ന വലതുപക്ഷ പാർട്ടികൾ അവരുടെ ഭരണവർഗത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഇന്ത്യക്കകത്ത് ഒരു സ്റ്റേറ്റിലെ ഭരണ. അതുകൊണ്ട് 57 ഏപ്രിൽ 5-ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ EMS റേഡിയോ, ആൾ ഇന്ത്യ റേഡിയോയിലാണ് നടത്തിയ ആദ്യത്തെ പ്രസ്താവനയുണ്ടല്ലോ ലാലെ, ഞാൻ ശ്വസിക്കുന്നത് പോലും കമ്മ്യൂണിസത്തിന് വേണ്ടിയാണ്. പക്ഷെ ആദ്യമായി കിട്ടിയ ഈ ഭരണം കമ്മ്യൂണിസം നടപ്പിലാക്കാനല്ല. അതുകൊണ്ട് നല്ല ധാരണ ഇതിൽ ഉണ്ടാവണം. ഈ അങ്ങാടി മരുന്നോ പച്ചമരുന്നോ എന്നൊക്കെ തിരിച്ചറിയാതെ എല്ലാറ്റിനും കയറിയിട്ടുന്ന ഈ CPM കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളൊക്കെ കൈവടിഞ്ഞു എന്നൊക്കെ പറയുന്നത് പരിഹാസ്യമായി തീരും. M ജയചന്ദ്രൻ, താങ്കളിലേക്കാണ് ആദ്യം. നോക്കൂ, NEP നടപ്പിലാക്കില്ല PM-ശ്രീ ഒപ്പിട്ടാലും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അങ്ങനെ തന്നെയാണല്ലോ CPM-ഉം
പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CPIക്ക് ഈ പൊതു ചർച്ചകളൊക്കെ നടക്കുന്ന ഈ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് CPM ആ കാര്യത്തിൽ മുൻകൈയെടുത്ത് മുന്നോട്ട് ചർച്ച നടക്കും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൽ ഇനി കൂടുതൽ കോൺഗ്രസ് വല്ലാതെ ആശ വെക്കേണ്ടതുണ്ടോ? M. ജയചന്ദ്രൻ കേൾക്കാമോ? ശരി, ജയചന്ദ്രനിലേക്ക് വരാം. ഇത് N. ശ്രീകുമാർ താങ്കളോടാണ്. അപ്പോൾ അതേ ചോദ്യം, ഇനി കോൺഗ്രസ് വലിയ ആശ വെക്കേണ്ടതുണ്ടോ? കാരണം ഇത് CPM CPI പ്രശ്നം മാത്രമാണെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവരൊരു ദിവസം കാര്യമായി ഇരുന്ന് ചർച്ച ചെയ്ത് അവരുടെ സ്ട്രക്ചർ അനുസരിച്ചുള്ള ആ കമ്മിറ്റികളിലൂടെയൊക്കെ ചർച്ച ചെയ്ത് ഏറ്റവും അവസാനം അത് പരിഹരിക്കപ്പെടും, അവരുടെ ആ സംശയം തീരും. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ കോർപ്പറേറ്റൈസേഷൻ, കമേഴ്ഷ്യലൈസേഷൻ, സെൻട്രലൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ മാത്രമേ തർക്കം വളരുകയുള്ളൂ. അതിലേക്ക് പോകാൻ സാധ്യതയില്ലല്ലോ. ഒരു മിനിറ്റേ ഉള്ളൂ, ലാൽ ഇടപെടരുത്. 2-3 കാര്യം ഞാൻ പറയാം. ഒന്ന്, CPI-CPM ആയിട്ടുള്ള ചർച്ച ഇന്ന് നടത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ ബിനോയ് വിശ്വവും. അതിനെക്കുറിച്ച് JR രമേശ് എന്ന മന്ത്രി പറഞ്ഞത് വ്യക്തിപരമായി സംസാരിച്ചുകൊണ്ട് പ്രശ്നം തീരില്ല എന്ന്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കോൺഗ്രസ് സർക്കാരുകൾ ഇത് അവിടെ നടപ്പാക്കിയത് ചർച്ച ചെയ്ത് സുതാര്യമായിട്ട് പരസ്യമായിട്ട് എല്ലാവരും അറിയിച്ചുകൊണ്ട് നടപ്പാക്കി അവരവരുടേതായ രീതിയിൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. കേരളത്തിൽ നടന്നത് മുന്നണിയിലോ മന്ത്രിമാരെയോ അറിയിക്കാതെ, ഘടകകക്ഷി മന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കാതെ അവരറിയാതെ ഒപ്പിട്ടു എന്നുള്ളത്. അതാണ് വിവാദം. അത് ഈ 3 തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ നയം അതേപടി നടപ്പാക്കിക്കൊള്ളാം എന്നുള്ള ഒരു ഒപ്പാണ് ഇട്ടിരിക്കുന്നതെന്ന CPIയുടെ സംശയത്തിന് മറുപടി പറയാൻ ഇതുവരെ CPM കഴിയാത്തതുകൊണ്ട് ഈ വിഷയം അതേപോലെ അവിടെ നിലനിൽക്കും. കോൺഗ്രസിന് ഇതുവരെ ആ ഒരു പ്രശ്നവുമില്ല. അവരുടെ തർക്കം അവർ പരിഹരിക്കാതിരിക്കുക എന്തുകൊണ്ട് ചെയ്യട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒറ്റ കാര്യമുള്ളൂ, എന്തുകൊണ്ട് CPM അവരുടെ നയം മാറ്റി, എന്തിന് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ നടപ്പാക്കില്ലെന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനം. അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് ഡോക്ടർ VPP മുസ്തഫ, നോക്കൂ, ഈ പറഞ്ഞ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു പ്രശ്നവുമില്ല. അവർ ഒപ്പിട്ടിരിക്കുന്നത് വേറെ എന്തിൻ്റെയൊക്കെ അടിയിലാണ്. അത് N. ശ്രീകുമാർ എങ്ങനെ വായിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ കേരളത്തിൽ ഈ കാര്യത്തിൽ ഉള്ള സംശയം തീർത്തു കൊടുക്കണം. വ്യാജമായ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. ഞാൻ പറഞ്ഞു CPIM, അദ്ദേഹം പറഞ്ഞല്ലോ പാർട്ടി കോൺഗ്രസ് രേഖ. ശിവകുമാർ ചേട്ടൻ, നിങ്ങൾ ആ പാർട്ടി കോൺഗ്രസ് രേഖയിലെ വാചകം മുഴുവൻ പറയും. NEPയെ എതിർക്കാൻ CPIM എടുത്ത നിലപാടെന്താ? അതിലെ കാവ്യവൽക്കരണ കാഴ്ചപ്പാടുകൾ, അതിലെ കച്ചവടവൽക്കരണ സമീപനം, അതിലെ അധികാരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന സമീപനം, ഇത് 3നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് NEPയിലെ നയങ്ങളെ എതിർക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരുകയാണ്. എവിടെയാ ഞങ്ങൾ മാറ്റിയിട്ടുള്ളത്? എവിടെയാ കേരളത്തിലെ CPIM തിരുത്തിയിട്ടുള്ളത്? എവിടെയാ പിണറായി വിജയൻ അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടുള്ളത്? എവിടെയാ ശിവൻകുട്ടി ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്? ഞാൻ അതിന്റെ ഉദാഹരണ സഹിതം കേരളത്തിൽ ശിവൻകുട്ടി ചെയ്ത കാര്യം ഉൾപ്പെടെ, ഈ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്ത കാര്യം ഉൾപ്പെടെ പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 സംഭവങ്ങൾ ഉണ്ടായില്ലേ? എറണാകുളത്ത് ഒരു സ്കൂളിൽ ഹിജാബിന്റെ പ്രശ്നവും കാസർകോട്ടെ ഒരു സ്കൂളിൽ യുവജനോത്സവത്തിൽ ഈ ഗസ വിഷയമാക്കിയിട്ടുള്ള മയം അവതരിപ്പിക്കുന്നതും ശിവൻകുട്ടിയും LDFും എടുത്ത സമീപനം, സർക്കാരും എടുത്ത സമീപനം അതായിരുന്നു നിങ്ങൾ കോൺഗ്രസ് എടുത്ത സമീപനം. ഹൈബി ഈഡൻ അവിടെ പോയിട്ട് എന്താ പറഞ്ഞത്? കോൺഗ്രസ് തട്ട് ഉടണ്ട എന്നല്ലേ? നിങ്ങൾ ഇങ്ങനെ ഇരട്ടത്താപ്പ് കളിക്കുന്ന കോൺഗ്രസിന് എന്ത് നയമാണ് ഇതിലുള്ളത്? ഞങ്ങൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഞങ്ങൾ വളരെ കൃത്യമായി പാർട്ടി കോൺഗ്രസ് എടുത്ത നയം, CPIMന്റെ നയം, അതിന് ഉറച്ചു നിന്നുകൊണ്ടാണ് ശിവൻകുട്ടി. M. ജയചന്ദ്രൻ നോക്കൂ, കാവ്യവൽക്കരണം, കച്ചവടം, കേന്ദ്രീകരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ഇടതുപക്ഷം ആ കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൽ മാറ്റം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ പറയുന്ന NEP നടപ്പിലാക്കി PM ശ്രീയിൽ ഒപ്പിട്ടത് കൊണ്ടുണ്ടാകും കേരളത്തിൽ എന്ന് പ്രതീക്ഷിക്കാനാകുമോ? അതൊരു സംശയം പോലും ഉണ്ടാകേണ്ടതില്ല. പക്ഷെ ഒരു കൺഫ്യൂഷൻ ഈ പറയുന്ന ചർച്ചകളിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീരാൻ ഇനി എത്ര നേരം വേണം? കോൺഗ്രസ് അതിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ നാവിൽ വെള്ളം ഊറിച്ചുകൊണ്ട് കാര്യമുണ്ടോ? വേഗം പറഞ്ഞു തീർക്കാം ഡോക്ടർ ലാൽ. ഈ 2024 ഡിസംബർ 4 ക്യാബിനറ്റ് മീറ്റിങ്ങിലും 2025 ഏപ്രിൽ 9 ക്യാബിനറ്റ് മീറ്റിങ്ങിലും CPIയുടെ മന്ത്രിമാർ ഔട്ട് ഓഫ് അജണ്ടയായി ക്യാബിനറ്റിൽ ഈ വിഷയം കൊണ്ടുവന്നിരുന്നു. ഔട്ട് ഓഫ് അജണ്ടയാണ്. അപ്പോൾ ഔട്ട് ഓഫ് അജണ്ടയായിട്ടൊരു വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് മറ്റ് പല ഈ CSS പോലെ, സെൻട്രൽ സ്പോൺസേഡ് സ്കീം പോലെയാണ് ഇക്കാര്യത്തിലും ഡിസ്കഷൻസ് ആർ ഗോയിങ് ഓൺ എന്ന് ചീഫ് സെക്രട്ടറി അടക്കം വിശദീകരിക്കുകയും ചെയ്തതാണ് ഈ 2 മീറ്റിങ്ങുകളിലും.
പിന്നെ എന്തിനാണ് ഇരുട്ടിൽ നിർത്തി എന്നൊക്കെ പറയുന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. അത് പാർട്ടികൾ നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ തീരാനുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ പ്രശ്നം ഇതാണ്, ഈ 2 ഡിസംബറിലും ഏപ്രിലിലും 2 ക്യാബിനറ്റ് മീറ്റിങ്ങുകളിലും ഔട്ട് ഓഫ് അജണ്ടയായിട്ട് ഈ പ്രശ്നം CPI മന്ത്രിമാർ തന്നെയാണ് അവതരിപ്പിച്ചത്. പക്ഷേ അത് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം എടുക്കേണ്ട കാര്യമല്ലാത്തത് കൊണ്ട് അത് പിന്നേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 27-ാമത്തെ മീറ്റിങ്ങിൽ പിന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയിലേക്ക് CPI വരുമെന്നും അതിന് CPIM നേതാക്കന്മാർ ആവശ്യമായ ഇൻപുട്സ് അവർക്ക് കൊടുക്കുമെന്നും പ്രശ്നങ്ങൾ രമ്യമായി തീരുമെന്ന് തന്നെ ഉറച്ചു. തീർച്ചയായിട്ടും അത് തന്നെയാണ്. 2 പാർട്ടികൾക്കും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് നടപ്പിലാക്കുമോ എന്നുള്ള പേടി ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന സംശയങ്ങളും ആശങ്കകളും ഒക്കെ ആണെങ്കിൽ അത് തീരാൻ എത്ര സമയം വേണം? അത് തന്നെയാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ കോൺഗ്രസ് ഇനി സുവർണാവസരം തേടുമ്പോൾ BJP അപ്പുറത്തുനിന്ന് പറയുകയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ പറയുകയാണ് ഹെഡ്ഗേവാറും VD സവർക്കറും ഒക്കെ ഞങ്ങൾ ഇതിനിടയിൽ കൂടെ അങ്ങ് പഠിപ്പിക്കും. അതൊക്കെയാണ് ഈ PM ശ്രീയിലുള്ളത്, അതൊക്കെയാണ് ഈ NEPയിലുള്ളതെന്ന്. K. സുരേന്ദ്രൻ ഒരു തവണയെങ്കിലും ഈ NEP ഒന്ന് വായിച്ചിട്ട് വേണം ഇനി മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് പോകാൻ. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ VPP മുസ്തഫ, N. ശ്രീകുമാർ, ഒപ്പം M. ജയചന്ദ്രൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.